എല്ലാവരും സഹോദരി സഹോദരന്മാരാണല്ലോ. നമുക്ക് ഒരുമിച്ചായിരിക്കാനും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ കടന്നു വരുവാനും ദൈവം തന്ന ഈ അവസരം വിലയേറിയതായി കരുതുന്നു. വിശേഷാൽ എന്നെ ഈ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ച കർത്താവിന്റെ ദാസി ഇന്ദുലേഖ ശ്രീന്ദുലേഖ, കർത്താവിന്റെ ദാസിയെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്ലാറ്റ്ഫോം ദൈവം നമുക്ക് നൽകി തന്നല്ലോ. ഞാൻ വിശ്വസിക്കുന്നു വിവിധ രാജ്യങ്ങളിൽ വിവിധ ദേശങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് ദൈവവചനം ശ്രവിക്കുവാനും ഒരുമിച്ച് അല്പ നിമിഷം ദൈവത്തെ ആരാധിക്കുവാനും വിലയേറിയ വെളിപ്പാടുകളെ പ്രാപിപ്പാനും ഒക്കെ കർത്താവ് നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. ഏവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാൻ അല്പമായിട്ട് എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ബിബിൻ സെബാസ്റ്റ്യൻ എന്നാണ്. ഞാൻ എൻ്റെ സ്വദേശം ഇടുക്കി ജില്ലയിൽ കുമിളി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെയാണ് ഞാൻ ജനിച്ചു വളർന്നിട്ടുള്ളത്. ഒത്തിരി സാക്ഷ്യങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും ഞാൻ അതിലേക്കൊന്നും കയറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് കോട്ടയത്ത് കടന്നു വരുവാനും ദൈവം തന്ന ഒരു ദർശന പ്രകാരം കറുകച്ചാൽ എന്ന സ്ഥലത്ത് ഒരു സഭയ്ക്ക് രൂപം കൊടുക്കുവാനും ഒക്കെ കർത്താവ് കൃപ ചെയ്തു. ഇന്നിപ്പോ ഒരു 5 വർഷമായി കറുകച്ചാലിൽ ഞാനും എൻ്റെ ഭാര്യയും കരം കോർത്ത് പിടിച്ച് വിശ്വാസത്താൽ ഒരു ഹോള് കറുകച്ചാലിൻ്റെ അടുത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി പ്രാർത്ഥിച്ച് കൃപയാൽ ഇപ്പോൾ നമുക്കൊരു 50 കുടുംബത്തോളം നമ്മൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളെല്ലാവരും ദയവായി ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ. എല്ലാവരോടുമുള്ള പ്രാർത്ഥനയെ ഞങ്ങൾ ചോദിക്കുകയാണ്. എനിക്ക് ഭാര്യയും 3 കുഞ്ഞുങ്ങൾ, 3 ആൺകുഞ്ഞുങ്ങളെ ദൈവം തന്നു. മൂത്തയാൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു, രണ്ടാമത്തെ ആള് LKG, മൂന്നാമത്തെ ആൾക്ക് ഇപ്പോൾ 1.5 വയസ്സുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കണമെന്ന് വിശേഷാൽ ഓർപ്പിക്കുകയാണ്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പ്രിയ സിസ്റ്ററിനെ ഞാൻ കണ്ടിട്ടില്ല, പരിചയപ്പെട്ടിട്ടില്ല, എങ്കിലും വിളിക്കുകയും ഇതുപോലെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എന്നെ ക്ഷണിക്കുകയും ചെയ്തല്ലോ. ഏവരെയും ദൈവം സഹായിക്കട്ടെ. പ്രാരംഭ സമയങ്ങളിൽ തന്നെ കർത്താവിന്റെ ദാസി ശുശ്രൂഷിച്ചു വന്ന ദൈവത്തിന്റെ വചനം അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതും ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും നാം അറിഞ്ഞിരിക്കേണ്ടതും നാം ഒരുക്കപ്പെടേണ്ടതുമായ സാഹചര്യമാണല്ലോ കർത്താവിന്റെ ദാസിയിലൂടെ നാം കേട്ടത്. എങ്കിലും ഇന്ന് രാത്രിയിൽ ഞാനൊരു മറ്റൊരു തലത്തിലേക്ക് ഒരു ചെറിയൊരു ചിന്ത നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാൻ അതിന് ആധാരമായിട്ട് എടുത്തിരിക്കുന്നത് സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ നിന്നാണ്. സങ്കീർത്തനം 133 സങ്കീർത്തനം, അതിന്റെ 1, 2, 3 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കുകയാണ്. 133 സങ്കീർത്തനം, അതിന്റെ 1, 2, 3 വാക്യങ്ങൾ. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അത് വസ്ത്രത്തിന്റെ വിളുമ്പിലേക്ക് നീണ്ടുകിടക്കുന്ന താടിയിലേക്ക്, അഹറോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവന്റെ തലയിലെ വിശേഷ തൈലം പോലെയും സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹർമോന്യ മഞ്ഞു പോലെയും ആകുന്നു. അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. സ്തോത്രം. നല്ല വചനങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഞാൻ വിശ്വസിക്കുന്നു വിവിധ ഭവനങ്ങളിലാണെങ്കിലും ദേശങ്ങളിലാണെങ്കിലും നമ്മളോട് ഒരുപോലെ സംസാരിക്കുന്ന ഒരു ദൈവം നമ്മുടെ നടുവിലുണ്ട്. സ്തോത്രം. ഇവിടെ വചനം പറയുകയാണ്, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാം ഇന്ന് വായിച്ചു കേട്ടത്. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. ഇതൊരു ആരോഹണ ഗീതമാണ്. തമ്മിലിണങ്ങിയ നഗരമായ യെരുശലേമിൽ 12 ഗോത്രങ്ങളും ആരാധനയ്ക്കായി കടന്നു വരും. അവർ വരുന്നത് സ്തോത്രം പറഞ്ഞും പാട്ടുപാടിയും അതുപോലെ തന്നെ അടുത്ത് പല ഗോത്രങ്ങളുണ്ട്, 12 ഗോത്രങ്ങളുണ്ട്. അവരൊക്കെ കരം കോർത്തു പിടിച്ച് സന്തോഷത്തോടെയാണ് യെരുശലേമിൽ പല സമയങ്ങളിലായി നടക്കുന്ന പെരുന്നാളുകൾ ആഘോഷിക്കാൻ കടന്നു വരുന്നത്. അപ്പോൾ അവർ കടന്നു വരുമ്പോൾ ദീർഘദൂരം യാത്ര ചെയ്താണ് അവർ യെരുശലേമിലേക്ക് കടന്നു വരുന്നത്. കല്ലുകളും മുള്ളുകളും ഒക്കെ നിറഞ്ഞ
ദേശം കയറ്റം കയറിയൊക്കെ കടന്നു വരുമ്പോൾ അവർ കടന്നു വരുമ്പോൾ പാടുന്ന ഗീതങ്ങളാണ് ആരോഹണ ഗീതങ്ങൾ എന്ന് നമുക്ക് വ്യക്തമാണ്. ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം. അങ്ങനെ ഒരു ആരോഹണ ഗീതമാണ് ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് ദാവീദിന്റെ ഒരു ആരോഹണ ഗീതമാണ്. ഇവിടെ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് സഹോദര സ്നേഹത്തിന്റെയും ഐക്യതയുടെയും അനുഗ്രഹത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നെ ഇസ്രയേലും യഹൂദയും ഒരുമിച്ച് ചേർന്ന് ദാവീദിനെ രാജാവാക്കുവാൻ ഒരുങ്ങിയപ്പോൾ അവരുടെ ഐക്യതയുടെയും സഹോദര സ്നേഹത്തിന്റെയും ഒക്കെ ഒരു മഹത്വത്തെ വെളിപ്പെടുത്തുവാൻ രചിച്ച ഒരു മനോഹര സങ്കീർത്തന ഭാഗമായിട്ട് കൂടെ നമുക്കിതിനെ കാണുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ പറയുന്നു, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരമാണ്. ഒരു വിശേഷമായ ഒരു കാഴ്ച കാണാൻ ഇവിടെ സങ്കീർത്തനക്കാരൻ നമ്മെ ആഹ്വാനം ചെയ്യുക. ഇതാ, ആ തുടക്കം തന്നെ ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത്. അപ്പൊ ഒരു വിശേഷമായ ഒരു മേഖലയിലേക്കാണ് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നത്. അതുപോലെ തന്നെ 1 യോഹന്നാന്റെ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു, കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയാ, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നു. ഒരു മനോഹരമായ ഒരു കാഴ്ച കാണാൻ സങ്കീർത്തനക്കാരൻ നമ്മെ ആഹ്വാനം ചെയ്യുക. പ്രധാനമായിട്ടും 3 മേഖലകളെ ഒന്ന് തൊടുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഐക്യതയെ കുറിച്ചാണല്ലോ നാം ചിന്തിച്ചു വരുന്നത്. ഞാൻ വളരെ വേഗത്തിൽ പോവുകയാണ്. ഞാൻ ഒരു അല്പസമയം മാത്രം ഒന്ന് ചിന്തിച്ച് പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഐക്യതയെ കുറിച്ചാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. 3 പ്രധാന മേഖലകളെ, തലങ്ങളെ ഒന്ന് തൊട്ടുപോകുവാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. 1, കുടുംബത്തിലെ ഐക്യത. 2, സമൂഹത്തിലെ ഐക്യത. 3, സഭയിലെ ഐക്യത. ചെറുപ്പം മുതൽ തന്നെ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. കുടുംബത്തിലെ ഐക്യതയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരമ്മയുടെ ഉദരത്തിൽ നിന്നും പുറത്തു വന്ന സഹോദരങ്ങൾ തമ്മിൽ ഐക്യത ഉണ്ടാകണം. ദാവീദിനെ കുറിച്ച് പഠിക്കുമ്പോൾ ദാവീദിന് 19 ആൺമക്കൾ ഉള്ളതായും ഒരു പെൺമകൾ ഉള്ളതായിട്ടും നമുക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട്. ഹെബ്രോനിൽ വെച്ച് 6 മക്കളും അതുപോലെ തന്നെ യെരുശലേമിൽ വെച്ച് 13 മക്കളും, അങ്ങനെ 19 ആൺമക്കളും ഒരു പെൺമകളും ദാവീദിനുണ്ട്. അപ്പോൾ തന്നെ ഒരു പിതാവെന്ന നിലയിൽ ദാവീദ് ആഗ്രഹിക്കുന്നത് തന്റെ മക്കളെല്ലാവരും സ്നേഹത്തിലും ഐക്യതയിലും മുൻപോട്ട് പോകണമെന്നാണ്. ഈ ദൈവശബ്ദം ഞാൻ ഇതിനകത്ത് പറയുമ്പോൾ എന്റെ ഹൃദയത്തിനകത്ത് ദൈവാത്മാവ് ബോധ്യം തരിക, ചില കുടുംബത്തിനകത്ത് നിന്നും ഡിസ്യൂണിറ്റിയെ ദൈവത്തിന്റെ ആത്മാവ് പുറത്തു കളയാം. ചില തലമുറകളുടെ ഇടയിൽ നിന്നും പൈശാചിക ശക്തികൾ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്ന ചില മേഖലകളിൽ നിന്ന്, ഇരുട്ടിന്റെ കോട്ടയിൽ നിന്നും, അന്ധകാര മണ്ഡലങ്ങളിൽ നിന്നും ഇന്ന് രാത്രിയിൽ ചില തലമുറകളെ എന്റെ ദൈവം പുറത്തെടുക്കാൻ പോകും. ഹല്ലേലൂയ, ആമേൻ. ഒരു പിതാവെന്ന നിലയിൽ തന്റെ ആഗ്രഹം, ദാവീദിന്റെ ആഗ്രഹം, തന്റെ മക്കൾ സ്നേഹത്തിലും ഐക്യതയിലും കഴിയണമെന്നാണ്. എന്നാൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നു, അബ്ശാലോം അതുപോലെ തന്നെ അദോനിയാവ് ഇവരൊക്കെ രാജാവാകാൻ മത്സരിക്കുക. പിതാവിന്റെ ആഗ്രഹത്തിന് നേരെ വിപരീതമായിട്ടുള്ള മേഖലയിലാണ് മക്കൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ അവസാനം ശലോമോനാണ് രാജാവായതെന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്നു. അപ്പോൾ തന്നെ സങ്കീർത്തനം 128 വരുമ്പോൾ സങ്കീർത്തനം 128 വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗമാണ്. അവിടെ പറയുന്നു, യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. അടുത്ത ഭാഗം പറയുകയാണ്, നിന്റെ ഭാര്യ. കുടുംബത്തിന്റെ ഐക്യതയെ കുറിച്ച് നാം ചിന്തിച്ചു വരുമ്പോൾ ഈ ഭാഗം നമുക്ക് ചിന്തിക്കുന്നത് ഒന്നുകൂടെ നമുക്ക് നല്ലതാണല്ലോ. നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലീവ് തൈകൾ പോലെയും ഇരിക്കും എന്ന് പറഞ്ഞാൽ, യഹോവയെ ഭയപ്പെടുന്ന
ഒരു ഭക്തന്റെ കുടുംബത്തെ കുറിച്ചാണ് ഈ സങ്കീർത്തനം വിളിച്ചു പറയുന്നത്. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. ആമേൻ. ഒരു പിതാവെന്ന നിലയിൽ ദാവീദിന്റെ ആഗ്രഹം മക്കളെല്ലാവരും മക്കളെല്ലാവരും ഒരുപോലെ സ്നേഹത്തിലും ഐക്യതയിലും പോകണമെന്നാണെങ്കിലും ആ പിതാവിന്റെ ആഗ്രഹമല്ല കുടുംബത്തിനകത്ത് നടന്നതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ തന്നെ യോസഫിന്റെ ചരിത്രം നമുക്കറിയാൻ പഠിക്കാൻ കഴിയുന്നുണ്ട്. ഇല്ലെങ്കിൽ നാം നിരവധി തവണ നാം പ്രസംഗങ്ങൾ കൂടെ ഒക്കെ കേട്ടതാണ്. സഹോദരന്മാർ യോസഫിനെ തള്ളി, എന്നാൽ ദൈവം അവനെ ചേർത്തു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഞാൻ വിളിച്ചു പറയാം, വാഗ്ദത്തമുള്ള ചില സന്തതികൾ പുറത്തു വരാൻ സമയമായി. എന്റെ വീടിനകത്ത് എന്റെ ഹൃദയത്തിനകത്ത് ബോധ്യം തരിക, ആമേൻ, ആത്മീക സന്തോഷമുണ്ട്, പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട് എന്നിരുന്നിട്ടും പിശാച് ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് കുടുംബത്തിന്റെ സമാധാനത്തെ തകർത്ത് കളയുന്ന ഒരു അന്തരീക്ഷം ഈ ഏതോ ചില ഭവനങ്ങൾക്കകത്ത് നടമാടുന്നതായി ഹൃദയത്തിനകത്ത് ദൈവാത്മ ബോധ്യം തരുന്നു. അതിന്റെ റൂട്ടിനെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി പിഴുതു കളയാൻ പോവാണെന്ന് കർത്താവ് ബോധ്യം തരിക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നു. തലമുറകളുടെ ഇടയിൽ, ആമേൻ, സഹോദരങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പ് കൊണ്ടുവരുന്ന, ആമേൻ ആമേൻ, സ്നേഹത്തിന് ഏറ്റക്കുറച്ചിൽ കൊണ്ടുവരുന്ന ചില മേഖലകളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്യാം. ഹല്ലേലൂയ. ആമേൻ. ഞാൻ വേഗത്തിൽ പോകട്ടെ. രണ്ടാമത് നമുക്ക് കാണാൻ കഴിയുന്നു, ഒന്ന് കുടുംബത്തിലെ ഐക്യതയെ കുറിച്ച് കാണാൻ കഴിയുന്നു. രണ്ട് സമൂഹത്തിലെ ഐക്യത. ഞാൻ അവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിലും ഒരു ചെറിയൊരു കാര്യം മാത്രം ഒന്ന് പറഞ്ഞിട്ട് ഞാൻ അടുത്ത സഭയുടെ ഐക്യതയിലേക്ക് ഒന്ന് കയറുകയാണ്. സമൂഹത്തിലെ ഐക്യത. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ യാക്കോബ് തന്റെ മക്കളെ തന്റെ മരണത്തിന് മുന്നേ അനുഗ്രഹിക്കുന്ന ഒരു ഭാഗം നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. യാക്കോബ് തന്റെ മക്കളെ അനുഗ്രഹിക്കുക. അവിടെ മൂത്തവനായ അതിന് 49 അധ്യായം 4 വാക്യം രൂബേനെ അനുഗ്രഹിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, അവൻ വെള്ളം പോലെ തുളുമ്പുന്നവൻ, നീ ശ്രേഷ്ഠനാകത്തില്ല. മൂത്ത മകനെ അനുഗ്രഹിക്കുകയാണ്. നമ്മളൊക്കെ മരണത്തിന് മുമ്പ് അനുഗ്രഹിക്കുന്ന അനുഗ്രഹം നമുക്ക് ഏറ്റവും വിലപ്പെട്ടതാണ്. പക്ഷെ യാക്കോബ് തന്റെ മക്കളെ അനുഗ്രഹിക്കുമ്പോൾ, മൂത്തവനെ അനുഗ്രഹിക്കുമ്പോൾ അവനോട് പറയുകയാണ്, അവൻ നന്നാകത്തില്ല, കാരണം വെള്ളം പോലെ തുളുമ്പുന്നവൻ, അത് നന്നാകത്തില്ല. അതിന്റെ 9 വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ യഹൂദയെ കുറിച്ച് പറയാം. യഹൂദ ഒരു ബാലസിംഹം, മകനെ നീ ഇരപിടിച്ച് കയറിയിരിക്കുന്നു, അവൻ കുനിഞ്ഞ് സിംഹം പോലെയും സിംഹി പോലെയും പതുങ്ങിക്കിടക്കുന്ന അനുഭവം. അതുപോലെ തന്നെ 17 വാക്യത്തിലേക്ക് വരുമ്പോൾ ആമേൻ സ്തോത്രം, അവിടെ ദാൻ എന്ന മകനെ കുറിച്ച് പറയുന്നു. ദാൻ വഴിയിലൊരു പാമ്പും പാതയിൽ ഒരു സർപ്പവുമാകുന്നു എന്ന് പറഞ്ഞാൽ ഈ ഭാഗങ്ങളൊക്കെ 27 വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ സ്തോത്രം ബെന്യാമിനെ കുറിച്ച് പറയാണ്. ബെന്യാമിൻ കടിച്ചു കീറുന്ന ചെന്നായി എന്ന് പറഞ്ഞാൽ യാക്കോബിന്റെ 12 മക്കൾക്കും 12 സ്വഭാവങ്ങളാണ് ഉള്ളതെന്ന് നമുക്ക് കാണാൻ കഴിയുക. ഹല്ലേലൂയ. ആമേൻ. നമുക്കറിയാം, ഒരു ഭവനത്തിൽ 4 or 5 പേരുണ്ട്, ഇല്ലെങ്കിൽ ഒരു സഭയിൽ 100, 150, 200, 500 പേരുണ്ട്. അവിടെയൊക്കെ ഓരോരുത്തരുടെയും സ്വഭാവം വ്യത്യസ്തമാണെന്ന് കാണാൻ കഴിയുക. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് ഈ 12 സ്വഭാവങ്ങളുള്ള ഈ സഹോദരങ്ങളെല്ലാവരും ഒരേ ഐക്യതയിൽ മുന്നേറണമെന്ന ദൈവത്തിന്റെ ആഗ്രഹം. ആമേൻ. ഈ 12 ഗോത്രങ്ങളും 40 വർഷം ഭരിക്കുമ്പോൾ 12 ഗോത്രങ്ങളും ഐക്യതയോടെ വസിക്കുന്ന ഒരു ചിത്രമാണ് ദാവീദിന്റെ മനസ്സിലുള്ളത്. സ്തോത്രം. ഞാൻ അവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ ദൂത് കിടക്കുന്നത് സഭയിലെ ഐക്യതയിലായതുകൊണ്ട് ഞാൻ വേഗത്തിൽ അവിടേക്ക് പ്രവേശിക്കുകയാണ്. സഭയും നമുക്ക് മുൻപിൽ കുറവാണല്ലോ. സഭയിലെ ഐക്യത. സ്തോത്രം. സഭയിലെ ഐക്യത നാം പഠിക്കുമ്പോൾ നാം വ്യത്യസ്ത കുടുംബങ്ങളിൽ പശ്ചാത്തലങ്ങൾ ഉള്ളവരെങ്കിലും ദൈവസന്നിധിയിൽ നമ്മൾ ഒന്നാണ്, അല്ലെ? എന്റെ കൂടെ നിങ്ങൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവസന്നിധിയിൽ നമ്മൾ ഒന്നാണ്. 1 കൊരിന്ത്യർ ലേഖനം നാം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. 1 കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസിന്റെ അരികിലേക്ക് ക്ലോവയുടെ ചില ആളുകൾ, ആമേൻ, 1 കൊരിന്ത്യർ ലേഖനം 1 അധ്യായം അതിന്റെ 11 വാക്യം, സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന്
ക്ലോവയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. നിങ്ങളിൽ ഓരോരുത്തൻ, ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറയുമ്പോൾ ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നു. തന്റെ മിഷണറി യാത്രയിൽ കൊരിന്തിൽ സഭ സ്ഥാപിച്ചതിന് ശേഷം അപ്പല്ലോസിനെ ഈ കൊരിന്തിൽ ആക്കിയതിനു ശേഷം താൻ അടുത്ത മിഷണറി യാത്രയ്ക്കായി എഫേസോസിലേക്ക് യാത്രയായി. അവിടേക്ക് കൊരിന്ത്യ പട്ടണത്തിൽ നിന്നും അല്ലെങ്കിൽ സഭയിൽ നിന്നും ക്ലോവയുടെ ആളുകളാൽ ചില കത്ത് പൗലോസിന് ലഭിക്കുകയാണ്. ഇപ്പൊ സഭയ്ക്കകത്ത് 1.5 വർഷം കൊണ്ട് പൗലോസ് അധ്വാനിച്ച് രൂപപ്പെടുത്തിയ സഭയ്ക്കകത്ത് ഇപ്പൊ ഭിന്നത കയറി നിറഞ്ഞിരിക്കുക. പക്ഷം തിരിയുന്ന അനുഭവം അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. ചിലർ പറയുന്നു ഞങ്ങൾ പൗലോസിന്റെ പക്ഷക്കാർ, ചിലർ പറയുന്നു ഞങ്ങൾ അപ്പല്ലോസിന്റെ പക്ഷക്കാർ, കേഫാവിന്റെ പക്ഷക്കാർ, ഞങ്ങൾ ക്രിസ്തുവിന്റെ പക്ഷക്കാർ. 4 വിഭാഗങ്ങളായിട്ട് ആ സഭ ഇപ്പൊ ചെതറിപ്പോയി. സ്തോത്രം. ആരോടുള്ള ദൈവശബ്ദമാണ് ഇന്ന് ഈ സന്ദേശമായിട്ട് ഇന്ന് രാത്രിയിൽ നമ്മുടെ നടുവിൽ കർത്താവ് അയക്കുന്നത്. സ്തോത്രം. ചിലര് പറയുന്നു ഞങ്ങൾ പൗലോസിന്റെ പക്ഷക്കാർ. എന്താണ് കാരണം? പൗലോസാണ് ഈ ദൈവസഭ സ്ഥാപിക്കുന്നത്. തന്റെ 1.5 വർഷത്തെ അധ്വാനത്തിന്റെ ഫലമാണ് ഈ സഭ. അതുകൊണ്ട് ചിലരെന്ത് ചെയ്യാണ്? വിളിച്ചു പറയുകയാണ് ഞങ്ങൾ പൗലോസിന്റെ പക്ഷക്കാരാ. പൗലോസിന്റെ അധ്വാനമാണ്, വിയർപ്പാണ്. പൗലോസ് നടന്നും സഞ്ചരിച്ചുമൊക്കെ രൂപപ്പെടുത്തിയെടുത്ത ഒരു സഭയാണ് എന്ന് ചിലർ അവകാശപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പൗലോസിന്റെ പക്ഷക്കാരെന്ന് അവകാശപ്പെടുമ്പോൾ ചിലർ പറയുന്നു ഞങ്ങൾ അപ്പല്ലോസിന്റെ പക്ഷക്കാരാണ്. അപ്പല്ലോസിന്റെ പക്ഷക്കാർ എന്താണ്? അപ്പല്ലോസിന്റെ പ്രത്യേകത, അപ്പല്ലോസിനെ ദൈവസഭയിൽ പാസ്റ്ററായിട്ടാക്കി വെച്ചിട്ടാണ് പൗലോസ് എഫേസോസിലേക്ക് യാത്രയാകുന്നത്. അപ്പോൾ എന്ത് ചെയ്യാ? ഒരു കൂട്ടം അപ്പല്ലോസിന്റെ പക്ഷം ചേർന്നു. പൗലോസ് നട്ടിട്ടങ്ങ് പോയി. ഇവർ പറയുന്ന വാദഗതി ഇതാണ്, പൗലോസ് നട്ടിട്ട് പോയി, എന്നാൽ അപ്പല്ലോസ് ആണ് ഞങ്ങളെ ഇതുവരെ ആക്കിയത്, ഞങ്ങളെ ശുശ്രൂഷയിൽ ഒന്ന് വളർത്തിയത്, അല്ലെങ്കിൽ ഇതുവരെ ഞങ്ങളുടെ വിഷമഘട്ടത്തിൽ ഞങ്ങളുടെ അരികിലേക്ക് ഒന്ന് ഓടി വന്നത്, ഇല്ലെങ്കിൽ ഞങ്ങളൊന്ന് പ്രയാസകരമായ അനുഭവത്തിലൂടെ കടന്നുപോയപ്പോൾ ഞങ്ങൾക്കൊരു കൈത്താങ്ങൽ തന്നത് ഇപ്പോൾ അപ്പല്ലോസ് ആണ്. അതുകൊണ്ട് ഞങ്ങൾ അപ്പല്ലോസിന്റെ പക്ഷക്കാരാണെന്ന് പറഞ്ഞ് ചിലർ അപ്പല്ലോസിന്റെ പക്ഷം പിടിക്കുമ്പോൾ ചിലർ പറയുന്നു, അല്പം കൂടെ വെളിപ്പാട് കൂടിയ ചിലർ വിളിച്ചു പറയുകയാണ് ഞങ്ങൾ കേഫാവിന്റെ പക്ഷക്കാരൻ. എന്താണ് കേഫാവിന്റെ പ്രത്യേകത? യേശു കർത്താവ് സഭയുടെ താക്കോല് കൊടുത്തത് പത്രോസിന്റെ കയ്യിലാണ്, കേഫാവിന്റെ കയ്യിലാണ്. ആമേൻ. അവർ വിളിച്ചു പറയുന്നു പത്രോസിന്റെ കയ്യിലാ താക്കോല് കിട്ടിയത്, സഭയുടെ ആമേൻ അധികാരം ലഭിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ കേഫാവിന്റെ പക്ഷക്കാർ. ഇതിലൊന്നുമല്ലാതെ ചിലർ പറയുകയാണ് ഞങ്ങൾ ക്രിസ്തുവിന്റെ പക്ഷക്കാരാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ചിലരുണ്ട് ആര് പറയുന്നു അനുസരിക്കത്തില്ല, പക്ഷേ ഞങ്ങളോട് ദൈവം ഡയറക്റ്റ് സംസാരിക്കും, അതിനനുസരിച്ച് മാത്രമേ ഞങ്ങൾ മുൻപോട്ട് പോകുന്നു എന്ന് ചിലർ അവകാശപ്പെടുന്നു. ഇല്ലെങ്കിൽ ആ നിലയിൽ. എന്നാൽ അടുത്ത ഭാഗം പൗലോസ് പറയാ ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നുവോ? സ്തോത്രം. ഐക്യതയെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ദൈവസഭയിൽ ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായി മാറണമെന്ന് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. സ്തോത്രം. എന്റെ കൂടെ വരുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുക. ഞാൻ വായിച്ച കുറിവാക്യത്തിലേക്ക് ഞാൻ വേഗത്തിൽ പ്രവേശിക്കട്ടെ. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകും. അത് വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക് നീണ്ടുകിടക്കുന്ന താടിയിലേക്ക്, അഹറോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവന്റെ തലയിലെ വിശേഷ തൈലം പോലെയും സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞു പോലെയും ആകുന്നു. അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. ഈ സങ്കീർത്തനത്തിൽ ഐക്യതയെ കുറിച്ച് ഈ സങ്കീർത്തനക്കാരൻ നമ്മെ പഠിപ്പിക്കുമ്പോൾ ഇനി നിങ്ങൾ അല്പനിമിഷം എന്റെ കൂടെ ഒന്ന് വരണമെന്ന് ഞാൻ ദൈവകൃപയിൽ ആഗ്രഹിക്കുകയാണ്. ഐക്യതയെ കുറിച്ച് പറയുമ്പോൾ 2 പ്രധാന മേഖലയിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോവുക. ഒന്നിവിടെ പറയുന്നു സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞു പോലെ. ഐക്യതയെ കുറിച്ച് പറയുമ്പോൾ സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുക, ദൈവാത്മാവ് ദാവീദിലൂടെ വിളിച്ചു പറയുകയാണ്, അത് സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞു പോലെയാണ്. എന്താണ് അതിന്റെ പ്രത്യേകത? നമുക്കറിയാം സിയോൻ എന്നത് ദൈവനഗരിയാണ്, രാജനഗരിയാണ്.
ഉയരം കൊണ്ട് അത് മനോഹരമാണെന്ന് വചനം പറയും. സിയോൻ പർവ്വതവും ഹെർമോൻ പർവ്വതവും തമ്മിൽ ഏകദേശം ഒരു 200 കിലോമീറ്ററിന്റെ ദൂരമുണ്ട്. സിയോനേക്കാളും ഉയർന്ന പർവ്വതമാണ് ഹെർമോൻ പർവ്വതം. ഹെർമോൻ പർവ്വതം കൊടിമുടികളേറിയ പർവ്വതമാണെന്ന് നമുക്കറിയാം. സ്തോത്രം. എപ്പോഴും അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എപ്പോഴും ആ പർവ്വതത്തിന് മുകളിൽ മഞ്ഞുണ്ടെന്നുള്ളത്. സ്തോത്രം. താഴ്വരയിൽ ഫലവൃക്ഷങ്ങളുണ്ട്, എപ്പോഴും ജലമുണ്ട്. അത് വേനക്ക് മഞ്ഞുരുകി ജലമുണ്ട്. ആമേൻ. അല്ലാത്തപ്പോഴും എല്ലാം അവിടെ ജലം കൊണ്ട് സമൃദ്ധം, വെള്ളമുണ്ട്. ആ താഴ്വര ഫലമുള്ള വൃക്ഷം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. വേനലിലും അല്ലാത്തപ്പോഴും ഒക്കെ അവിടെ ജലമുണ്ട്. അങ്ങനെ വിവിധ നിലകളിൽ കൊടുമുടികൾ ഏറിയ പർവ്വതമാണ്, ഉയരം കൊണ്ട് മനോഹരമാണ്. ഇങ്ങനൊക്കെ ആമേൻ ഈ ഹെർമോൻ പർവ്വതത്തെ കുറിച്ച് നമുക്ക് പഠിക്കാൻ കഴിയാം. ഇതിന്റെ പ്രത്യേകത, ഹെർമോൻ പർവ്വതത്തിൽ നിന്നും 200 കിലോമീറ്റർ അകലെയാണ് സിയോൻ പർവ്വതം സ്ഥിതി ചെയ്യുന്നത്. ഈ സിയോൻ പർവ്വതം വരെ, ഈ ഹെർമോൻ പർവ്വതത്തിലുള്ള മഞ്ഞ് കാറ്റടിച്ച് സിയോൻ പർവ്വതം വരെ എന്ന് പറഞ്ഞ് 200 കിലോമീറ്റർ ദൂരം കാറ്റ് മഞ്ഞിനെ പറത്തിക്കൊണ്ട് പോയിട്ട് സിയോൻ പർവ്വതത്തെ നിറയ്ക്കും. നിങ്ങൾ എന്റെ കൂടെ ഒന്ന് പറഞ്ഞ, ഞാനൊരു ചെറിയൊരു വെളിപ്പാടാണ് നിങ്ങളോട് ഞാൻ ഇന്ന് കൈമാറുന്നത്. സ്തോത്രം. അപ്പൊ ഉയരം കൂടിയ ഹെർമോൻ പർവ്വത നിരയിൽ നിന്നും ആമേൻ ആ മഞ്ഞിനെ കാറ്റടിപ്പിച്ചു കൊണ്ടുപോയി സിയോൻ പർവ്വതം വരെ ആ കാറ്റ് മഞ്ഞിനെ കൊണ്ടുപോവുക. അപ്പോ നിങ്ങൾ എന്റെ കൂടെ എന്ന് പറയണം, ഈ താഴ്വരയിൽ ഈ 200 കിലോമീറ്റർ ദൂരത്തിനകത്ത് ഫലമുള്ള വൃക്ഷങ്ങളുണ്ട്, ഫലമില്ലാത്ത വൃക്ഷങ്ങളുണ്ട്, ഉണങ്ങിയ വൃക്ഷങ്ങളുണ്ട്, നല്ല പച്ചപ്പുള്ള വൃക്ഷങ്ങളുണ്ട്, മലകളുണ്ട്, താഴ്വരകളുണ്ട്. ഇതിനെയെല്ലാം മൂടിക്കൊണ്ടാണ് ഈ മഞ്ഞ്, ഈ കാറ്റ് ഈ മഞ്ഞിനെ പറത്തിക്കൊണ്ട് പോകുന്നത്. എന്താണ് അതിന്റെ പിന്നിൽ മറഞ്ഞു കിടക്കുന്ന ഒരു മർമ്മമുണ്ട്. എന്താണെന്ന് അറിയാമോ? സ്തോത്രം. ഒരു പക്ഷെ നമ്മൾ കഴിവുള്ളവരായിരിക്കും, കഴിവില്ലാത്തവരായിരിക്കും. ഈ സ്തോത്രം കാലഘട്ടത്തിൽ ഫലം കൊടുക്കുന്നവരായിരിക്കും. എന്നാൽ ഫലം കൊടുക്കാൻ ഒരു നല്ല ഫലം എന്നിൽ നിന്നും പുറത്തു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരായിരിക്കും. സ്തോത്രം. ഈ മഞ്ഞിന്റെ പ്രത്യേകത, ഈ കാറ്റിന്റെ പ്രത്യേകത, ഫലമുള്ള വൃക്ഷങ്ങളെയും പൊതിഞ്ഞാണ് മഞ്ഞു പോകുന്നത്, ഫലമില്ലാത്ത വൃക്ഷങ്ങളെയും പൊതിഞ്ഞാ മഞ്ഞു പോകുന്നത്. എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു അവകാശവാദം പറയാൻ കഴിയാത്തതുപോലെ, ആർക്കും പുകഴാനൊന്നുമില്ലാത്തതുപോലെ, ഫലമുണ്ടെന്നോ ഇല്ലെന്നോ, അവൻ വ്യത്യാസമുണ്ടെന്നോ ഇല്ലെന്നോ, കഴിവുള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ വ്യത്യാസമില്ലാത്തതുപോലെ ഈ മഞ്ഞ വൃക്ഷങ്ങളെയും സസ്യങ്ങളെയും ഒക്കെ മൂടുക. പുറമേ നിന്നൊരു വ്യക്തി നോക്കിയാൽ ഏത് വൃക്ഷത്തിന് ഫലമുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ കഴിയത്തില്ല. എന്താണ് കാര്യം എന്നറിയോ? നമുക്ക് പുകഴാനൊന്നുമില്ല ദൈവമക്കളെ. ദൈവം നമുക്ക് തന്നതല്ലാതെ ഒന്നുമില്ല ദൈവമക്കളെ. ഇതിനകത്ത് ഇന്ന് രാത്രി ഈ വചനം കേൾക്കുന്ന ചില വ്യക്തിത്വങ്ങളോട് ദൂത് പറയാം. ഒരു പക്ഷേ നിന്റെ വീടിനകത്ത് ആമേൻ മറ്റുള്ളവർ കാണത്തക്ക നിലയിലൊന്നും കാണത്തില്ല. സ്തോത്രം. മറ്റുള്ളവർ ഫലം കൊടുക്കുന്നത് പോലെ നമുക്ക് ഫലം കൊടുക്കുന്ന ഒരു അനുഭവം നമുക്ക് ഒരുപക്ഷെ കാണത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ കഴിവില്ലാത്തവരായിരിക്കും. ആമേൻ. നമ്മുടെ കുടുംബം ഒരുപക്ഷെ ഒതുക്കപ്പെട്ട കുടുംബമായിരിക്കും. മുൻപോട്ട് വരാൻ ആഗ്രഹമുണ്ടെങ്കിലും ഉയർത്താൻ ആരുമില്ലാത്ത അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഭവനമായിരിക്കും. പക്ഷേ വലിപ്പമുണ്ടെന്നോ ഇല്ലെന്നോ, കഴിവുണ്ടെന്നോ ഇല്ലെന്നോ, അഭിഷേകം കൂടുതലെന്നോ കുറവെന്നോ വ്യത്യാസമില്ലാതെ ദൈവ സാന്നിധ്യം എന്ന മഞ്ഞിനെ അവൻ പരിശുദ്ധാത്മാവെന്ന കാറ്റടിപ്പിച്ചു കൊണ്ടുവരുമ്പോൾ ഇടയിൽ ആർക്കും പുകഴാൻ ഒന്നുമില്ലാത്തതുപോലെ നമ്മുടെ കഴിവിനെയും കഴിവുകേടിനെയും മൂടിക്കൊണ്ട് നമ്മെ മറയ്ക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഉണ്ടെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർക്ക് എന്റെ കൂടെ വരാൻ കഴിയും? എത്ര പേർക്ക് ആ ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ദൂത് ഞാൻ ഇതിനകത്ത് പറയുമ്പോൾ വീടിനകത്ത് അവൻ ചില തലമുറകളെ
ഒതുക്കിയിട്ടിരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ അവൻ ഇന്ന് രാത്രിയെ അവൻ പരിശുദ്ധാത്മാവിനെ അറുത്ത് കളയാൻ പോവുകയാണ്. അവൻ കഴിവില്ലെന്ന് പറഞ്ഞ് കുടുംബ മഹിമ ഇല്ലെന്ന് പറഞ്ഞ് ഒതുക്കിയിട്ടിരിക്കുന്ന ചില കുടുംബങ്ങളെ, വ്യക്തിത്വങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി സന്ദർശിച്ച് പുറത്തു കൊണ്ടുവരാൻ പോവുകയാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയാൻ പറയുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കുന്നു. ചില തലമുറകൾ പുറത്തു വരട്ടെ, ചില പുറത്തു വരട്ടെ. പ്പെട്ട് കിടക്കുന്ന ചില കുടുംബങ്ങൾ ഇന്ന് രാത്രി പുറത്തു വരട്ടെ. അഭിഷേകമുള്ളവനെ ഒതുക്കിയിട്ടിരിക്കുന്ന മണ്ഡലം കോട്ടിമാറട്ടെ. അധികാരമുള്ള നാമത്തിൽ രക്തം ചെയ്യും, രക്തം ചെയ്യും, രക്തം ചെയ്യും, രക്തം ചെയ്യും. അവൻ ഈ നൂറ് പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മഹൃദയത്തിൽ ബോധ്യം തരിക, അഭിഷേകമുള്ള നീ മറഞ്ഞു കിടക്കാൻ എന്റെ ദൈവം ഇനി അനുവദിക്കത്തില്ല. പ്രാർത്ഥിക്കുന്ന നിന്റെ വീടിനെ മറച്ചു വെക്കാൻ ഒരു ദുഷ്ട ശക്തിക്ക് കഴിയത്തില്ല. നീ പുറത്തു വരാൻ പോകുക. നിന്റെ കഴിവുകേട് പറഞ്ഞ് നിന്നെ വെടക്കം തണ്ടി മാറ്റി നിർത്തിയിരിക്കുന്നതിനെ അവൻ പരിശുദ്ധാത്മ പറയാം, ഞാൻ മഞ്ഞുകൊണ്ട് മൂടിയിട്ടുണ്ട്. എതിര് പറയാൻ കഴിയാതെ വണ്ണം നിന്റെ കഴിവിനെയും കഴിവുകേടിനെയും ഒരുപോലെ അവൻ സ്വന്തം മൂടി നിൽക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ടെന്ന് ദൈവത്തിന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. അവിടെ പുകഴാനൊന്നുമില്ല പ്രിയ ദൈവമക്കളെ, അഹങ്കാരം പറയാനൊന്നുമില്ല, ഞാനെന്ന ഭാവം ഒന്നുമില്ല. ഫലമുള്ളതായിരിക്കും ഒരുപക്ഷെ ആ വൃക്ഷത്തിൽ, താഴ്വരയിൽ നിൽക്കുന്ന ചില വൃക്ഷങ്ങൾക്ക് അനേക ഫലങ്ങൾ ഉണ്ടായിരിക്കും, സ്വതന്ത്രം ആസ്വദിക്കാൻ കഴിയുന്ന ഫലങ്ങൾ. എന്നാൽ അതിനെ ഒന്നും പുറത്ത് കാണാൻ പറ്റത്തില്ല. കാരണം എന്താണെന്നറിയോ? ദൈവം അതിനെ ദൈവസാന്നിധ്യം കൊണ്ട് അങ്ങ് മറച്ചു കളഞ്ഞു. സ്വതന്ത്രം അതേ താഴ്വരയിൽ തന്നെ ഫലമില്ലാത്ത വൃക്ഷങ്ങൾ കാണും. ഒരുപക്ഷെ വേണ്ട കെയറിങ് ലഭിച്ചിട്ടില്ല, സ്വതന്ത്രം ഉയരാൻ കഴിഞ്ഞിട്ടില്ല, ഉയരാനുള്ള സാഹചര്യം ലഭ്യമായില്ല. അവൻ കഴിവുകേടെന്ന് പറഞ്ഞു മാറ്റി നിർത്തിയ ചില വൃക്ഷങ്ങളും കാണും. പക്ഷേ ഫലമുള്ളതേത് ഇല്ലാത്തതേതെന്ന് പുറത്തറിയാൻ കഴിയാതെ വണ്ണം ദൈവം ചില വൃക്ഷങ്ങളെ മറച്ചിട്ടുണ്ടെന്ന്. എങ്ങനെ? അത് ദൈവ സാന്നിധ്യം കൊണ്ട് മറച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഒന്നും പറഞ്ഞ് നിന്നെ തകർത്ത് കളയാൻ ദുഷ്ടന് പറ്റത്തില്ലെന്ന്. കാരണം നീ ക്രൂശിൽ മറഞ്ഞു നിൽക്കുന്നവനാണ്, നീ ക്രൂശിൽ മറഞ്ഞു നിൽക്കുന്നവളാ. ഈ ദൂത് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രിയ ദൈവമക്കളെ, നമ്മളെ പിതാവ് നോക്കുന്നത്, ശ്രദ്ധിക്കുന്നത് ക്രിസ്തുവിൽ കൂടെയാണ്. ഡയറക്റ്റ് നമ്മെ നോക്കിയ ചരിത്രമൊക്കെ പഴയ നിയമത്തിൽ കാണുമ്പോൾ ആമേൻ ഈ പുതിയ നിയമത്തിൽ ക്രിസ്തുവിൽ കൂടെയാണ് പിതാവ് നമ്മെ ഡയറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ നോട്ടം മതി, നമ്മൾ ദഹിച്ചു പോകും. പക്ഷെ ക്രിസ്തുവിൽ കൂടെ നമ്മെ ശ്രദ്ധിക്കുന്നത് കൊണ്ട് സ്വോത്രം ക്രിസ്തുവിൽ കൂടെ നമ്മളെ ശ്രദ്ധിക്കുന്നത് കൊണ്ട് നാം തകർന്നു പോകത്തില്ല. കാരണം ഒരുവൻ ഇടയിൽ കയറി നിൽക്കുക, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, നമ്മുടെ രക്ഷിതാവ്, നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമായവൻ, ഹല്ലേലൂയ, നമ്മുടെ ഇടയിൽ നിൽക്കുക. അതോർത്ത് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാൽ ഇവിടെ പറയുകയാണ്, ഹെർമോന്യ മഞ്ഞു പോലെ, സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞു പോലെ 200 കിലോമീറ്റർ ദൂരം കാറ്റി മഞ്ഞിനെ പറത്തിക്കൊണ്ടു പോകുമ്പോൾ അതിനിടയിലുള്ള പലവിധ വൃക്ഷങ്ങൾ, സസ്യങ്ങൾ, സ്തോത്രം, ഇതിനെയൊക്കെ എന്ത് ചെയ്യുകയാണ്? ഈ മഞ്ഞ് മറക്കുക. 2-ാം വാക്യം പറയുന്നു, അത് വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക്, സ്തോത്രം, നീണ്ടു കിടക്കുന്ന താടിയിലേക്ക്, അഹറോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവന്റെ തലയിലെ വിശേഷ തൈലം പോലെ. സ്തോത്രം, ഈ മഞ്ഞ് ഈ വൃക്ഷങ്ങളെ മൂടുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, കണ്ടോ? യഥാർത്ഥം നമ്മൾ ഈ പറയുന്ന ഐക്യത ഒന്നും അല്ല പ്രിയരെ. ഐക്യത എന്ന് പറയുന്നത്, സ്തോത്രം, ഈ ഭാഗമൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു പഠിക്കുമ്പോൾ നമ്മൾ വാക്കുകൊണ്ട് ഐക്യത ഉള്ളവരാ അല്ലെ? പക്ഷേ സ്തോത്രം, കണ്ടോ, യഥാർത്ഥ ഐക്യത എന്ന് പറയുന്നത് കഴിവില്ലാത്തവനെ കൂടെ ഒന്ന് ചേർത്ത് പിടിക്കുകയും കഴിവുള്ളവനെന്നോ കഴിവില്ലാത്തവനെന്നോ പ്രാർത്ഥിക്കുന്നവനെന്നോ പ്രാർത്ഥിക്കാത്തവനെന്നോ ആ വ്യത്യാസം ഒന്നുമില്ലാതെ സ്തോത്രം ദൈവകൃപയിൽ നിൽക്കുന്ന എല്ലാവരും ഏക മനസ്സോടെ മൂവ് ചെയ്യുന്ന ഒരു അന്തരീക്ഷം ദൈവം ആഗ്രഹിക്കുന്ന. സ്തോത്രം, ഇതാണ് യഥാർത്ഥ ഐക്യത എന്ന് പറയുന്നത്. സ്തോത്രം, 2-ാമത് പറയുകയാണെന്ന് വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക്, നീണ്ടു കിടക്കുന്ന താടിയിലേക്ക്, അഹറോന്റെ താടിയിലേക്ക് തന്നെ. സ്തോത്രം, നമുക്കറിയാം, സ്തോത്രം, ഈ മഹാപുരോഹിതനെ അഭിഷേകം ചെയ്യാൻ
സ്തോത്രം. പുറപ്പാട് പുസ്തകം നാം വായിക്കുമ്പോൾ നമുക്കറിയാം വിശേഷമായ ഒരു അഭിഷേക തൈലം അവിടെ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിലാണ് അവിടെ വായിക്കുമ്പോൾ അതിന്റെ 30-ാം അധ്യായം 22-ാം വാക്യം തുടങ്ങിയൊക്കെ വായിക്കാൻ നമുക്കറിയാൻ കഴിയുന്നു. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ മേൽത്തരമായ സുഗന്ധവർഗമായി വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 500 ശേക്കൽ അയഞ്ഞ മൂര്. എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ. അതിൽ പാതി 250 ശേക്കൽ സുഗന്ധ ലവംഗം, 500 ശേക്കൽ വഴനത്തൊലി, 1 ഹീൻ ഒലിവെണ്ണ എന്ന് പറഞ്ഞാൽ പല ഗുണമുള്ള, നിറമുള്ള, മണമുള്ള വ്യത്യസ്ത വസ്തുക്കളെ കൊണ്ടാണ് മഹാപുരോഹിതനെ അഭിഷേകം ചെയ്യാൻ അഭിഷേക തൈലം ഉണ്ടാക്കുന്നത്. അത് പുറപ്പാട് പുസ്തകത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. തുടർന്നുള്ള ഭാഗമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കണം, സ്വതന്ത്രം എന്തരുത്, എങ്ങനെയാകണം, ഇതെല്ലാം അതിൻ്റെ അത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, ഇത്രയും മാത്രം പറയും. സ്വതന്ത്രം 4 വ്യത്യസ്ത കൂട്ടുകളാണ് ഈ അഭിഷേക തൈലത്തിന് ഉള്ളത്. 4-ന് 4 ഗുണങ്ങൾ, 4 മണം, 4 സുഗന്ധം, സ്വതന്ത്രം 4 ഗുണം, അങ്ങനെ 4 വസ്തുക്കൾ, ഷേപ്പ്, ഇതെല്ലാം വ്യത്യസ്തമായ ഈ 4 കൂട്ടങ്ങളും എന്ത് ചെയ്യുന്നറിയാമോ? ഇതൊരു ഉരകല്ലിനകത്തേക്ക് ഈ സംഭവം 4 വരും. 4 വന്നിട്ട് സ്വതന്ത്രം തൈലക്കാരൻ എന്താ ചെയ്യുന്നത്? ഇതിനെ ഇടിച്ച് ചതയ്ക്കുക. സ്വതന്ത്രം എന്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. സ്തോത്രം. ഇത് ദൈവത്തിന്റെ ഒരു വലിയ പ്രോസസ്സാണ്. ചില ഐക്യതയിലേക്ക് ഒന്ന് കൊണ്ടുവരാനായിട്ട് ദൈവം എന്ത് ചെയ്യുന്നറിയോ? ഇങ്ങനെയുള്ള ചില പ്രോസസ്സിലൂടെ നമ്മളെ അങ്ങ് കയറ്റും. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഈ 4 വ്യത്യസ്ത കൂട്ടുകളും ഈ ഉരകല്ലിനകത്തിട്ടിട്ട് തൈലക്കാരൻ അതിന് ഇടിക്കുക. സ്തോത്രം. ഇടി കൊള്ളുമ്പം അതിന്റെ അർത്ഥം തീരാനല്ല, തകരാനും അല്ല. സ്വന്തം ശുശ്രൂഷയും തീർന്നിട്ടില്ല, ഒന്നും തീർന്നിട്ടില്ല. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നിന്റെ ഉള്ളിലുള്ള യഥാർത്ഥ ഒരു മണമുണ്ട്. സ്വതന്ത്രം. നിന്റെ ഉള്ളിൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു അഭിഷേകത്തിന്റെ ഒരു ഗുണമുണ്ട്. അത് പുറത്തു വരണം. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. സ്വതന്ത്രം. ഇത് പുറത്തു വരാൻ സ്വതന്ത്രം. ഈ ചിലര് പറഞ്ഞിട്ടില്ലേ, വിഷം ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് അറിയാൻ വേണ്ടി ഇച്ചിരി മണ്ണ് വാരി അങ്ങ് ഇട്ടാൽ മതി. മണ്ണ് ഇച്ചിരി ഇട്ട് അറിയാം അത് വിഷമുള്ള ഏനമാണോ അതോ വിഷം ഇല്ലാത്ത ഏനമാണോ. സ്വതന്ത്രം. 2 ഇടി കിട്ടി കഴിയുമ്പോഴേ നമുക്ക് സ്വതന്ത്രം പറയാൻ പറ്റത്തുള്ളൂ നമ്മുടെ യഥാർത്ഥ സ്വഭാവം എന്താ. ചിലര് പറയുന്നത് കേട്ടിട്ടില്ലേ, എന്റെ പഴയ സ്വഭാവമായിരുന്നെങ്കിൽ സ്തോത്രം നിന്നെ ഒന്ന് ഈ മേഖല ഞാൻ നിർത്തത്തില്ലായിരുന്നു. സ്തോത്രം. ഞാനത് കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അപ്പോഴും അതിന്റെ അർത്ഥം എന്താണ്? ഇപ്പോഴും ചിലതൊക്കെ വിടാനുണ്ടെന്ന് അതിന്റെ അർത്ഥം. സ്തോത്രം. ഒരു പൂർണ്ണമായിട്ട് നാം എന്ത് ചെയ്തിട്ടില്ല, ദൈവസന്നിധിയിലേക്ക് വന്നിട്ടില്ല. സ്തോത്രം. അപ്പം പഴയതൊക്കെ വിട്ടിട്ട് എന്ന് പറഞ്ഞാൽ പുതിയ സൃഷ്ടിയാവുമ്പോൾ പഴയത് കടന്നുപോയി, പുതിയ സൃഷ്ടിയായിരിക്കുന്നു. പുതിയ സൃഷ്ടിയിൽ പഴയത് കടന്നു വരത്തില്ല, പക്ഷെ സ്വാധീനം കിടക്കും. അതിനെ ഒരു ദൈവം ഇത് ചെയ്യിക്കണം. സ്തോത്രം. എപ്പോഴാണ് നമ്മുടെ പഴയ സ്വഭാവം അകത്തുണ്ടോ ഇല്ല പുറത്തു വരുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാകുന്നത് എപ്പോഴാണ്? ഈ ഉരകല്ലിൽ ഇടി കിട്ടുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. സ്തോത്രം. ഇല്ലെങ്കിൽ ഒരു തീച്ചൂളയുടെ അനുഭവത്തിലൂടെ ഒരു ദൈവവൈതലിനെ കടത്തി വിടുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആരാണെന്ന് സ്തോത്രം ദൈവത്തിനും മനസ്സിലാകുന്നത്, നമുക്കും മനസ്സിലാകുന്നത്, നമ്മുടെ കൂട്ടുപങ്കാളിക്കും വീട്ടുകാർക്കും മനസ്സിലാകുന്നത്. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചേ, ദൈവം ആമേൻ എല്ലാ കാര്യം നമുക്ക് തിയറിയാ കൂടുതൽ അല്ലെ. തിയറി ആമേൻ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ നമ്മൾ പഠിക്കുമ്പോഴത്തേനും ഒത്തിരി തിയറികള് കോളേജുകളിലൊക്കെ തിയറി ഉണ്ട്. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് അറിയാമോ? ദൈവം നമ്മളെ അനുഭവത്തിലൂടെയാണ് കടത്തിവിടുന്നത്. അനുഭവമാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ പൊന്നുപോലെ പുറത്തെടുക്കണമെങ്കിൽ തീച്ചൂളയുടെ അനുഭവത്തിലൂടെ ദൈവം കടത്തിവിടും. അപ്പൊ അങ്ങനെയാ ദൈവം നമ്മൾ. അപ്പം ഈ പരീക്ഷണമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോ അതിനെ ജയിക്കാൻ ഒരു ദൈവവൈതൽ ദീർഘക്ഷമയുള്ളവരായിരിക്കണം. സ്തോത്രം. എന്ന് യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ജീവന്റെ കിരീടം എന്ത് ചെയ്യും? സ്തോത്രം. അവർ പ്രാപിക്കും. അപ്പൊ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിലാണ് ദൈവം കൂട്ടിയിരിക്കുന്നത്. നമ്മൾ എന്ത് പറയും? ഒരു പരീക്ഷ നേരിടുമ്പോ, ഒരു പ്രശ്നം നമുക്ക് വരുമ്പോ, ഇല്ല സഹിച്ചുകൂടാത്ത ഒരു മേഖലയിലേക്ക് നമ്മൾ കടന്നുപോയി എന്ന് നമ്മുടെ ഹൃദയം നമ്മളോട് പറയുമ്പോൾ, നമ്മളെ പോലെ ഭാഗ്യമില്ലാത്ത ദൗർഭാഗ്യവാനായ ഒരു വ്യക്തി ഞാനാണല്ലോ ദൈവമേ എന്ന് നമ്മൾ നിലവിളിക്കും, ദൈവത്തോട് പെറുപിറുക്കും അല്ലെ. പക്ഷെ വചനം എന്താ പറയുന്നേ? പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നിരവധി ഭാഗ്യവാന്മാരെ കുറിച്ച് തിരുവചനം പറയുന്നുണ്ട്. പക്ഷേ ഇത് വ്യത്യസ്തമായ ഒരു മേഖലയിലേക്ക് ദൈവാത്മ നമ്മെ കൊണ്ടുപോകുന്ന. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കാരണം എന്താ? ദൈവം വെച്ചിരിക്കുന്ന ഒരു പ്രോസസ്സാ ഒരു ദൈവ പൈതലിനെ. അതുകൊണ്ട് വചനം പറയും, നിങ്ങൾ ഇടുക്കുവാതിലൂടെ കടപ്പാൻ ശ്രമിക്കില്ലേ.
അതെ, അവൻ വിശാലമായ വാതിൽ, അവൻ അവസാനം അത് വലിയ ദുരന്തത്തിലേക്കാ പോകുന്നത്. ഇടുക്കുവാതിലൂടെ കിടക്കണം. നമ്മൾ ഇത് പരീക്ഷണ കാലഘട്ടത്തിലൂടെ ദീർഘക്ഷമയോടെ ദൈവസന്നിധിയിൽ ക്ഷമയോടെ അവൻ ആ പ്രതിസന്ധിയെ ജയിച്ചു മുന്നേറുമ്പോൾ നമുക്ക് നിത്യതയിലെത്താൻ കഴിയും. ദൈവമാണ് നമ്മുടെ കരം പിടിച്ചിരിക്കുന്നത്. സ്തോത്രം. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. അവൻ ഇവിടെ പറയുകയാണ്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം ദൈവം അവന് വെച്ചിരിക്കുന്ന ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ജീവന്റെ കിരീടം അവൻ പ്രാപിക്കും. അപ്പൊ ഒരു വാഗ്ദത്തം പരീക്ഷ കുഞ്ഞെ നിനക്കുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ നീ അറിയാത്ത ഒരു വാഗ്ദത്തം ദൈവം മറച്ചു വെച്ചിട്ടുണ്ട്. സ്വന്തം ഇതൊരു ദൈവ പൈതലിന് വേണ്ടി മാത്രം ദൈവം വെച്ചിരിക്കുന്ന പ്രൊവിഷൻസാ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക. കുഞ്ഞെ, ഈ പരീക്ഷ നിന്നെ തീർക്കാനല്ല, നിന്നെ തകർക്കാനല്ല, അവൻ നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരാനാണ് ഞാൻ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കൃപ ലഭിച്ച ദൈവമക്കൾക്കാണ് ഞാൻ കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ. നീറുന്ന അനുഭവങ്ങളിലൂടെ, ചിന്താമണ്ഡലങ്ങളിലൂടെ അവൻ ഒരു എലിസബത്ത് എന്ന് പറയുന്ന ഒരു ആന്റി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. അവൻ ചില പ്രതിസന്ധികളിലൂടെ, നീറുന്ന അനുഭവങ്ങളിലൂടെ, തലമുറകളുടെ ചില വിഷയങ്ങളുമായി നീ മുന്നേറുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഇത് നിന്റെ തലമുറയെ തകർക്കാനല്ല. അവൻ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ചില ശുശ്രൂഷ മേഖലകളിലേക്ക് നിന്റെ തലമുറകളിൽ ചിലതിനെ ഉയർത്തി അവൻ അടുത്തൊരു ഘട്ടം നിന്റെ കുടുംബത്തിന് വേണ്ടി തുറക്കാൻ ഈ ദൈവം ശക്തനാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുകയാ. വിശ്വസിക്കാൻ കൃപ ലഭിച്ച ദൈവമക്കൾക്കാ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഞാൻ വിളിച്ചു പറയാം, ഈ പ്രതിസന്ധിക്കും നിന്നെ തകർക്കാൻ കഴിയത്തില്ല. അനവധി പ്രതിസന്ധികൾ കണ്ട ഇവിടെ വരെ എത്തിയത്. സ്തോത്രം. അവൻ മരണത്തെ വരെ മുഖാമുഖം കണ്ടാണ് ഇവിടെ വരെ എത്തിയത്. കുഞ്ഞിനെ ക്യാരി ചെയ്യുന്ന സമയത്തും ചില പ്രതിസന്ധികളിൽ കൂടെ നീ കടന്നുപോയതാ. ദൈവത്തിന്റെ ആത്മ പറയുക, അവൻ കിട്ടത്തില്ലെന്ന് വരെ ചിന്തിച്ച ചില സാഹചര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് ആ മേഖലയിൽ നിന്നും നിന്നെ കരകയറ്റിയെങ്കിൽ ആ തലമുറയെ കുറിച്ച് എന്റെ ദൈവത്തിന് ചില പദ്ധതികൾ ഉണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുക. ഈ ദൂത് വിശ്വസിക്കാൻ കൃപ ലഭിച്ചവർ ദൈവത്തെ ആത്മനിമിഷം സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു അസാധാരണമായ ദൈവശക്തി ചില ഭവനങ്ങളിലേക്ക് ഇറങ്ങട്ടെ. അസാധാരണമായ ദൈവശക്തി ചില കുടുംബങ്ങളിലേക്ക് ഇറങ്ങട്ടെ. അസാധാരണമായ ദൈവശക്തി ചില വ്യക്തിത്വങ്ങളിലേക്ക് ഇറങ്ങട്ടെ. ഇന്ന് രാത്രി ഭിന്നത മാറട്ടെ, കലഹം മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ സഹോദരങ്ങൾ തമ്മിൽ ഐക്യതയില്ലാതെ പോകുന്ന അനുഭവങ്ങൾ വിട്ടുമാറട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിത്യതയെ ഫോക്കസ് ചെയ്ത് മുന്നേറുന്ന ചില കുടുംബങ്ങൾ ഈ ദിവസങ്ങളിൽ ഐക്യതയിലേക്ക് ദൈവത്തിലേക്ക് കടന്നു വരട്ടെ. അതിന് വിരോധമായി ചലിക്കുന്ന സകല വ്യാപാരങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാനതിനെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുക. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദയവായി വീഡിയോ ഓൺ ചെയ്യാൻ കഴിയുന്നവർ ദയവായി ഓൺ ചെയ്യണമേ. ദൈവാത്മാവ് സ്വന്തം നിയോഗം തരുന്നെങ്കിൽ ദൂത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് നിയോഗം തരുന്നെങ്കിൽ ദൈവശബ്ദം അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ദയവായി നിങ്ങൾ വീഡിയോ ഓൺ ചെയ്യണമേ. സ്വന്തം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു 4 വ്യത്യസ്തമായ വസ്തുക്കൾ ഒരു ഉരകല്ലിനകത്ത് അത് കൂടി വരികയാണ്. ഈ കൂടി വരുമ്പോൾ ഈ 4ഉം ഒരുപോലെ ചതയ്ക്കപ്പെടുക അതിനകത്ത്. സ്തോത്രം. ഇത് ചതയ്ക്കപ്പെടുമ്പോൾ മറ്റൊരു കല്ലുകൊണ്ട് ഇതിന്റെ മുകളിലേക്ക് ആഞ്ഞുള്ള ഇടി വരുമ്പോൾ സ്തോത്രം, ഇത് ചിന്തിക്കും, ഇത് തീരാനാണ്, ഇനി മുൻപോട്ട് ഇനി ശുശ്രൂഷയില്ല, ഇനി വളർച്ചയില്ല, ഇതോടെ തീർന്നു എന്ന് പറയുമ്പോൾ പ്രിയ ദൈവമക്കളെ, എന്റെ ദൈവത്തിന്റെ പദ്ധതി അതിനകത്തു നിന്നും ഈ 4നകത്തു നിന്നും വരാത്ത ഒരു 5ആം മണത്തെ പുറത്തെടുക്കാനാണ് എന്റെ കർത്താവിന്റെ പദ്ധതി. സ്വോത്രം. ഈ ദൂത് പറയുമ്പോൾ എനിക്കറിയത്തില്ല, ഞാൻ ഇവിടെ ദൈവ സാന്നിധ്യം അനുഭവിക്കുക. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയാൻ എന്നെ നിർബന്ധിക്കുന്നു. നിന്റെ വീട് സുഗന്ധമുള്ളതായി മാറാൻ പോവുകയാ. സ്വോത്രം. ഏതൊക്കെയോ സ്വോത്രം യഹസ്കേലിനെ അസ്ഥിത്താഴ്വരയിൽ
മേഖലയിൽ കൂടെ കൊണ്ടുപോയി അവൻ 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 ചിന്നിച്ചെതിറി കിടക്കുകയാ. അവൻ കൈയുടെ അസ്ഥി വേറെ, കാലിന്റെ അസ്ഥി വേറെ, അവൻ ഉടല് വേറെ, തല വേറെ, തലയോട്ടി വേറെ, മാറിക്കിടക്കുന്ന ചില മേഖലകളിൽ ഭിന്നത വന്ന് അവൻ ചീഞ്ഞളഞ്ഞ അനുഭവത്തിലൂടെ ചില വ്യക്തിത്വങ്ങൾ കടന്നു പോവുക. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുകയാ, അവൻ ഞാൻ കാറ്റിനോട് അവൻ പ്രവചിച്ചിട്ടുണ്ട്. അവൻ സ്വത്രം കാറ്റ്, നീ 4 കാറ്റുകളിൽ നിന്നും അവൻ ചിലത് കൂടി വരാൻ പോകും. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് അങ്ങനെ ദൂത് പറയാൻ പോവുക. അവൻ മേഴ്സി എന്ന് പറയുന്ന അവൻ ആ സിസ്റ്ററോട് ദൂത് പറയാൻ പറയുന്നു. ചിലത് കൂടി വരാൻ പോവുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഭിന്നിച്ചെതിറി കിടക്കുന്ന ചിലത് കൂടി വരാൻ പോവുകയാ. അവൻ 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 നാറ്റം വമിച്ചു പോയ ചില മേഖല, ഇനി സാധ്യതയില്ലെന്ന് പറഞ്ഞ മേഖല, അതിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് ഈ 5-ാം മണം അവിടെ നിന്ന് പുറത്തു വരാൻ പോവുക. എനിക്കറിയത്തില്ല ഈ ദൂത് അവൻ ദൈവാത്മാവിനാൽ ഞാൻ ഇതിനകത്ത് നിന്ന് പറയുമ്പോൾ ഒരു 5-ാം മണം എന്ന് പറഞ്ഞാൽ ആർക്കും ഇന്നുവരെ നൽകാൻ കഴിയാത്ത ഒരു സൗരഭ്യം ആ വീടിനകത്ത് നിന്ന് കുഞ്ഞുങ്ങളുടെ ഇടയിൽ നിന്ന് പുറത്തു വരേണ്ട യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ, ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ, ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഒരു 5-ാം മണം പുറത്തു വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. കർത്താവ് എന്നോട് പറയുക, നീ ഇടികൊണ്ടതും സ്തോത്രം, നീ അടികൊണ്ടതും സ്തോത്രം, വീടിനകത്തും പുറത്തും നീ നിന്ന കേട്ടതും, പ്രാർത്ഥനക്കാരി എന്ന് പേര് വിളിച്ച് ആ സ്തോത്രം നിന്നെ മാറ്റി നിർത്തിയതും ഒക്കെ നീ തകരാനല്ല കുഞ്ഞെ, നിന്റെ ഉള്ളിലുണ്ട് ഒരു 5-ാം മണം എന്ന് പരിശുദ്ധാത്മാവ് പറയാൻ പറയുന്നു യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനക്കാരി എന്ന് പേര് അവൻ നിന്നെ പലരും വിളിക്കുന്നുണ്ട്. എന്നിട്ട് എന്തായി, എന്താകുന്നു, ഏത് മേഖലയിലെ മൂവ് ചെയ്യുന്നതും ചിലർ ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ അഭിഷേകം മറുപടി പറയാൻ പോകുന്നു എന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് ദൂത് പറയുക. സ്വതന്ത്രം. ഹല്ലേലൂയ. അഭിഷേകം മറുപടി പറയാൻ പോകും. നീ അവൻ ചിലതിനോട് നീ മറുപടി പറയാൻ പോകണ്ട, അഭിഷേകം മറുപടി പറയട്ടെ. നിന്റെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന നന്മ അവർക്കൊരു മറുപടിയാണെന്ന് പറയാൻ പറയുന്നു. ഹല്ലേലൂയ. ആ കരമൊന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. ഈ 5-ാം മണം പുറത്തു വരുമ്പോൾ സ്തോത്രം, തൈലക്കാരൻ ആമേൻ ഈ 4 വസ്തുക്കളിൽ നിന്നും പുറത്തു വന്ന ആ തൈലം, ആ തുള്ളികൾ ഒരു പാത്രത്തിൽ ശേഖരിക്കും. സ്വതന്ത്രം. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, മഹാപുരോഹിതനായ അഹറോന്റെ അഭിഷേക വേളയിൽ അവന്റെ തലയിൽ ഈ വിശേഷമായ വാസനയുള്ള തൈലം ഒഴിക്കുമ്പോൾ അത് തലയിൽ നിന്നും താടിയിലേക്ക് ഒഴുകുക. സ്വതന്ത്രം. അങ്ങനെ വചനം പറയുന്നത് അല്ലെ. തലയിൽ നിന്ന് തലയിലേക്ക് ഒഴിക്കുമ്പോൾ അത് തലയിൽ നിന്നും എന്ത് ചെയ്യണം, അത് താടിയിലേക്ക് ഒലിച്ചു വരിക. സ്വതന്ത്രം. അത് വീണ്ടും താഴേക്ക് ഒലിച്ചിട്ട് അത് വസ്ത്രത്തിൽ ആ തൈലം കൊണ്ട് നിറയും. വസ്ത്രത്തിലൂടെ എന്ത് ചെയ്യും, വസ്ത്രത്തിന്റെ വിളുമ്പിലേക്ക് താഴേക്ക് ആ തൈലം ഒഴുകുക. സ്വതന്ത്രം. ഇതിനകത്തൊരു മർമ്മമുണ്ട്. എന്താണെന്ന് അറിയാമോ? സ്വതന്ത്രം. നമുക്കറിയാം, മഹാപുരോഹിതന്റെ വസ്ത്രത്തിൽ അവൻ മാർപ്പതക്കം എന്ന് പറയുന്ന അവൻ ചില മേഖലകളുണ്ട്. സ്വതന്ത്രം. അതിനെ കുറിച്ചൊന്ന് ഞാൻ പുരോഹിത വസ്ത്രം മാർപ്പതക്കം എന്ന് പറയുന്ന ചതുരത്തിലുള്ള ഒരു ഭാഗമുണ്ട്. സ്വതന്ത്രം. അതില് ഇസ്രയേൽ ഗോത്രങ്ങൾ 12 ഗോത്രങ്ങളുടെയും പേര് പതിപ്പിച്ച 12 കല്ലുകൾ, ഒരു വശത്ത് 6, മറുവശത്ത് 6, ഇങ്ങനെ 6 12 യാക്കോബിന്റെ 12 മക്കളുടെയും പേരുകൾ പതിപ്പിച്ച 12 ഗോത്രങ്ങളുടെയും പേരുകൾ പതിപ്പിച്ച കല്ലുകളുണ്ട്. സ്വതന്ത്രം. ഈ തൈലം ഒഴുകുന്നത് എങ്ങോട്ടാണെന്ന് അറിയാമോ? സ്വതന്ത്രം. അത് താടിയിലേക്ക്, മുഖത്തിലൂടെ ഒലിച്ച് താടിയിലേക്ക് വന്നത് വസ്ത്രത്തിലൂടെ ഒലിച്ച് വസ്ത്രത്തിന്റെ വിളുമ്പിലേക്ക് ഇങ്ങനെ അങ്ങ് ഒഴുകിപ്പോവുക. സ്വതന്ത്രം. അപ്പോൾ ഈ 6 12 ഗോത്രങ്ങൾ, 12 ഗോത്രങ്ങളുടെ പേരുകളും എഴുതി വച്ചിരിക്കുന്ന ഈ കല്ലുകളുടെ മുകളിലൂടെയാ ഈ തൈലം ഒഴുകുന്നത്. എന്താണ് അതിന്റെ അർത്ഥമെന്ന് അറിയാമോ? സ്വതന്ത്രം. ഞാൻ ഒന്ന് അവൻ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിച്ചു, രൂപൻ വെള്ളം പോലെ കുളുമ്പുന്നവൻ. സ്വതന്ത്രം എന്ന് പറഞ്ഞാൽ അവൻ ചില പാപമേഖലകളിൽ കൂടെ കടന്നുപോയതാ. സ്വതന്ത്രം. അതുപോലെ തന്നെ നമ്മൾ കണ്ടു, യഹൂദ സിംഹത്തെ പോലെ എന്ത് ചെയ്യാം, പതുങ്ങിക്കിടക്കുന്ന സ്വഭാവമാണ് യഹൂദയ്ക്കുള്ളത്. സ്വതന്ത്രം. താനിന്റെ പ്രത്യേകത എന്താ? അവൻ വഴിയിൽ പാമ്പായിട്ട് കിടക്കും, പതിയിരിക്കുന്ന ശക്തി. സ്വതന്ത്രം. പാമ്പായിട്ട് കിടക്കും, പാതയിൽ സർപ്പമാ. സ്വതന്ത്രം. അവൻ ബെന്യാമിൻ കടിച്ചു കീറുന്ന ചെന്നായ എന്നാണ് വചനം പറയുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ബെന്യാമീൻ ഗോത്രത്തിന്റെ പേര് പതിച്ച കല്ലവടുണ്ട്, ദാനിന്റെ പേര് പതിച്ച കല്ലവടുണ്ട്, രൂപേന്റെ പേര് പതിച്ച കല്ലവടുണ്ട്. പക്ഷെ
പക്ഷെ ഈ അഭിഷേക തൈലം ഒഴുകുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചോ? സ്വന്തം അവിടെ അവൻ സ്വഭാവത്തിന് വ്യത്യാസം ഉണ്ടെങ്കിലും, നിറത്തിന് വ്യത്യാസം ഉണ്ടെങ്കിലും, കഴിവിന് വ്യത്യാസം ഉണ്ടെങ്കിലും, കുഞ്ഞെ ഐക്യത എന്ന് പറയുന്നത് എന്താ? പരിശുദ്ധത പഠിപ്പിക്കുക. ആ അഭിഷേക തൈലം ഒഴുകുമ്പോ സ്വഭാവത്തിന്റെ വ്യത്യാസം പോലും ആർക്കും മനസ്സിലാകാത്തതുപോലെ, ഈ വെളിപ്പാട് തിരിച്ചറിയുന്നവർക്കാണ് ദൈവത്തെ സ്തുതിക്കുക കേട്ടോ. 12 സ്വഭാവക്കാരുടെ മേൽ ഈ തൈലം ഒലിച്ചിറങ്ങും. എന്തുകൊണ്ടാ? അവർ ദൈവീക സ്വഭാവമുള്ളവരായി മാറും. സ്വന്തം അവൻ ഈ തൈലം തലയിൽ നിന്നൊഴുകി പാദം വരെ എത്തുക. സ്വന്തം അവൻ എന്താ ഇതിന്റെ അർത്ഥം? ശിരസ് ക്രിസ്തു. സ്വന്തം ക്രിസ്തുവിൽ കൂടെ ഈ അഭിഷേക തൈലം അവൻ ശരീരമാകുന്ന സഭയിലേക്ക് ഒഴുകുക. ക്രിസ്തുവിലൂടെ ഒഴുകിയെത്തുന്ന അഭിഷേകം സഭയെ മൂടുക എന്ന് പറഞ്ഞാൽ, ബലഹീനനാണെങ്കിലും ബലമുള്ളവനാണെങ്കിലും, നീ പാപിയാണെങ്കിലും രോഗിയാണെങ്കിലും, ഈ അഭിഷേകം സ്വതന്ത്രം നിന്നെ മാറ്റി നിർത്താതെ ഈ അഭിഷേക തൈലം ഒരുപോലെ ഒഴുകുക. എന്റെ കൂടെ വരുന്നവർക്കാണ് ദൈവത്തെ സ്തുതിക്കുക. സ്വതന്ത്രം അവൻ നമുക്ക് മുൻപിൽ സമയം വളരെ കുറവാണല്ലോ. ഞാൻ അവിടെയും അധികം നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്താ കാര്യമെന്നറിയോ? സ്വതന്ത്രം അവൻ കളറ് പറഞ്ഞ് നിന്നെ ആരെങ്കിലും മാറ്റി നിർത്തുന്നുണ്ടോ? സ്വതന്ത്രം നിന്റെ കുടുംബ മഹിമ പറഞ്ഞ് ആരെങ്കിലും മാറ്റി നിർത്തുന്നുണ്ടോ? നിന്റെ സ്വഭാവം പറഞ്ഞ് മാറ്റി നിർത്തുന്നുണ്ടോ? കുഞ്ഞെ, നീ ഈ അഭിഷേകത്തിന് കീഴിൽ വന്നാൽ, ഈ ദൈവസഭയുടെ അരികിൽ വന്നാൽ, സ്വതന്ത്രം നീ ക്രിസ്തുവെന്ന അവൻ സ്വതന്ത്രം ക്രിസ്തുവിന്റെ അവൻ രക്തത്താൽ കഴുകപ്പെട്ടാൽ നിന്റെ ബലഹീനതകളെ തുടച്ചു കളയുന്ന, നിന്റെ മാനുഷിക സ്വഭാവത്തെ, ജഡസ്വഭാവത്തെ ദൈവിക സ്വഭാവമാക്കി രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന ഒരു അഭിഷേക തൈലമുണ്ട്. അത് കാൽവരിയിലെ രക്തമാണ്. ഹല്ലേലൂയ. അവൻ ഒരു ഉടകല്ലിനകത്ത് ചതയ്ക്കപ്പെട്ടത് കാൽവരി ചക്കിനകത്ത്, ദൈവകോപത്തിന്റെ ചക്കിനകത്ത് തകർക്കപ്പെട്ടത്. കുഞ്ഞെ, അവൻ നീ ബലഹീനനാണെങ്കിലും നിന്നെ ബലമുള്ളതാക്കി മാറ്റാനാ, നിന്നെ പുറത്തെടുക്കാനാ. നിന്റെ പാപത്തിന്റെ ജഡസ്വഭാവത്തെ അവൻ അതിനെ അകറ്റിക്കളഞ്ഞ് നിന്നെ കഴുകി ശുദ്ധീകരിക്കാനാണെന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവിനെ സ്തുതിച്ചാട്ട് അല്പനിമിഷം അവന്റെ സ്നേഹത്തെ ഓർത്ത കരം തട്ടി കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് ഹൃദയത്തിൽ നിന്ന് കണ്ണുകളെ ഒന്ന് അടച്ച് അവനെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ പദവിക്കായി നന്ദി. ഹല്ലേലൂയ. ഞങ്ങളെ വീണ്ടെടുപ്പിനായി നന്ദി. ഞങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തമായവനെ, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനെ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വതന്ത്രം, 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 സ്വതന്ത്രം. നിന്റെ ബലഹീനതകളിൽ തികഞ്ഞു വരുന്ന ദൈവശക്തി അവൻ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം. കുഞ്ഞെ, നിന്നെ ഒന്നിനും മാറ്റി നിർത്താത്ത ദൈവമാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവം, നമ്മുടെ യേശു. സ്തോത്രം. കഴിവുണ്ടാകട്ടെ, ഇല്ലാതാകട്ടെ, പാപിയാകട്ടെ, രോഗിയാകട്ടെ, ശാപം പിടിച്ചവനാകട്ടെ, ഞാൻ വിളിച്ചു പറയാം, നിന്നെ മാറ്റി നിർത്തത്തില്ല ദൈവം. നിന്നെ ചേർത്ത് പിടിക്കുന്നവനാ ദൈവം. ഹല്ലേലൂയ. നീ ആ ക്രൂശിനോട് അടുത്തുവാ, കാൽവരിയോട് അടുത്തുവാ, ഈ യേശുവിനോട് അടുത്തുവാ. നിന്നെ ചേർത്ത് പിടിക്കുന്ന കരങ്ങളുണ്ട് അവിടെ. നിന്നെ മാർഗോട് ചേർക്കുന്ന ഒരുവനുണ്ട് അവിടെ. സ്വതന്ത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അധികാരം. ഇത് ഞാൻ പറയുമ്പോൾ തൈറോയിഡ് സംബന്ധമായ ചില മേഖലകളിൽ ഭാരം അനുഭവിക്കുന്ന ആരോ ഇന്ന് രാത്രി തന്നെ കേൾക്കുന്ന ഒരു സൗഖ്യം നടക്കാൻ പോവുക. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് ഒരു സൗഖ്യം നടക്കാൻ പോകുകയാണെന്ന് കർത്താവ് ബോധ്യം തരിക. യേശുവിന്റെ അധികാരമുള്ള എന്റെ മോൾക്ക് തൈറോയിഡ് ഉണ്ട്. യേശുവിന്റെ നാമത്തിൽ ഒരു ദൈവിക സൗഖ്യം അവിടെ ചലിക്കട്ടെ. ദൈവിക സൗഖ്യം അവിടെ. ആമേൻ, ആമേൻ. എന്റെ അടുത്ത് കർത്താവ് എനിക്ക് ബോധ്യം തരിക, ഒരു സൗഖ്യം അവിടെ ചലിക്കാൻ. ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ട അനുഭവങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് എടുത്തു കളയാൻ പോയി. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഞാൻ പ്രാർത്ഥിക്കുന്നു, ദൈവത്തിന്റെ കരം അവിടെ ഇറങ്ങട്ടെ, കരം അവിടെ ഇറങ്ങട്ടെ. ഒരു അത്ഭുതം അവിടെ വെളിപ്പെടട്ടെ, ഒരു അത്ഭുതം അവിടെ വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ ശരീരത്തിലേക്ക് ആ ദൈവശക്തി ആഞ്ഞടിക്കട്ടെ. ഇന്ന് രാത്രി ഇതിനകത്ത് വെളിപ്പെടുന്ന ആമേൻ സൗഖ്യത്തിന്റെ കരം ആ ദേശത്ത് വെളിപ്പെടട്ടെ. ഞാൻ ആത്മാവിൽ കൽപ്പിക്കുന്നു, രോഗശക്തി ഒട്ടുമടങ്ങട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവൻ ഇത് പറയുമ്പോൾ തന്നെ ഈ കഴുത്തിന് പിൻഭാഗം
പിൻഭാഗത്ത് ആമേൻ ചെവിയുടെ പിൻഭാഗത്തൂടെ താപ്പോട്ട് നടുവിലേക്ക് വ്യാപരിക്കുന്ന ഒരു പെയിൻ, അങ്ങനെ ഭാരം അനുഭവിക്കുന്ന ഒരു സഹോദരി ഇതിനകത്ത് സൗഖ്യമാവുകയാണ്. സ്വതന്ത്രം ഈ ചെവിയുടെ പുറകിൽ ആമേൻ പോകുന്ന ഞരമ്പിലൂടെ തുടങ്ങുന്ന വേദന അത് പുറകിൽ നടുവിൽ വന്നിട്ട് അത് ഇടത്തെ കാലിലേക്ക് വ്യാപരിക്കുന്നത് പോലെ താപ്പോട്ട് ഇറങ്ങുന്നത് പോലുള്ള ഒരു അനുഭവത്തെ ദൈവത്തിന്റെ ആത്മാവ് ഈ നിമിഷം സൗഖ്യമാക്കുക. മെഡിക്കൽ അതിനൊരു മരുന്നില്ലെന്ന് കർത്താവ് എനിക്ക് ബോധ്യം തരിക. എന്നാൽ ഇന്ന് രാത്രി സ്വർഗീയ കരം, ഗിലെയാദിലെ നല്ല വൈദ്യന്റെ ഔഷധ തൈലം നിന്റെ മേൽ ഇന്ന് ഇറങ്ങാം യേശുവിന്റെ നാമത്തിൽ. ആമേൻ ആമേൻ. ആ മേഖലയിൽ സൗഖ്യം ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ, സൗഖ്യം ഉണ്ടാകട്ടെ. ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു, അഭിഷേകം ചലിക്കട്ടെ. സ്വതന്ത്രം സ്വതന്ത്രം സ്വതന്ത്രം. ഞാൻ വേഗത്തിൽ പോകട്ടെ. ആമേൻ. നമ്മൾ പറയുന്ന ഐക്യത അല്ല പ്രിയ ദൈവമക്കളെ, ഐക്യത നമ്മൾ പറയുന്നതല്ല, വാക്കുകൊണ്ട് പറയുന്നതല്ല, മറിച്ച് ദൈവം ആമേൻ ആ ഹെർമോന്യ മഞ്ഞുപോലെ സ്വതന്ത്രം കുറവുകളെ ആമേൻ മറ്റുള്ളവർ നമ്മുടെ കുറവിനെ കാണാതെ ദൈവ സാന്നിധ്യം മറയ്ക്കുന്നത് പോലെ ആമേൻ അഹരോന്റെ താടിയിൽ കൂടെ ഒഴുകുന്ന അഭിഷേക തൈലം പോലെ 12 സ്വഭാവക്കാരിലെയും സ്വഭാവത്തെ പുറത്തു കാണാൻ കഴിയാതെ ആ അഭിഷേക തൈലം ആ കുറവുകളെ മറച്ച് നമ്മെ സൂക്ഷിച്ച് നമ്മെ മറച്ച് മുൻപോട്ട് പോകുന്നത് പോലെ സ്വതന്ത്രം. ഇതാണ് ദൈവമക്കളെ ആമേൻ യഥാർത്ഥ ഐക്യത. അവൻ നമ്മുടെ കൂട്ടുവിശ്വാസിയുടെ കുറവുകളും അവൻ കൂട്ടി തന്നെ അവനെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മൾ ഒരു പായിട്ട് ആരാധിക്കുന്ന നമ്മുടെ കൂട്ടു സഹോദരങ്ങളെ അവന്റെ കുറവോട് കൂടെ തന്നെ അവനെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നുണ്ടോ? അതോ അവന്റെ കുറവിനെ നാം അവൻ സ്വതന്ത്രം പരിഹസിക്കുകയാണോ, അപവാദം പറയുകയാണോ? അവന്റെ കുറവിനെ നാം എടുത്തു കാണിക്കുന്നവരാണോ? ദൈവം നമ്മളെ വീക്ഷിക്കുകയാണ്, ദൈവം നമ്മെ വീക്ഷിക്കുകയാണ്. ഇന്ന് രാത്രി അങ്ങനെയുള്ള അനുഭവങ്ങൾ വിട്ടുമാറട്ടെ. അന്യോന്യം യഥാർത്ഥ ഐക്യതയിലേക്ക് വരാൻ, യഥാർത്ഥ ദൈവ സാന്നിധ്യത്തിലേക്ക് വരാൻ, ദൈവ സ്നേഹത്തിലേക്ക് വരാൻ, ദൈവിക കൂട്ടായ്മയിലേക്ക് ഇന്ന് രാത്രി കടന്നു വരേണ്ട. സ്വതന്ത്രം. ഞാൻ ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്കറിയാം അവൻ 120 പേർ, ഏകദേശം 120 പേരടങ്ങുന്ന ഒരു സംഘം സ്വതന്ത്രം അവർ മാളിക മുറിയിൽ കയറിയിരിക്കുകയാണ്, മാളിക മുറിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. സ്വതന്ത്രം. അതിനകത്ത് ആരൊക്കെയുണ്ട്? പത്രോസ് ഉണ്ട്, ആമേൻ ആമേൻ, ബാക്കി അപ്പോസ്തലന്മാരുണ്ട്, സ്ത്രീകളുണ്ട്. സ്വതന്ത്രം. 120 പേരടങ്ങുന്ന, ഏകദേശം 120 പേരടങ്ങുന്ന ഒരു സംഘം സ്വതന്ത്രം അവിടെ മാളിക മുറിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. കയറിയപ്പോൾ അവർ സംഘമാണ്. സ്വതന്ത്രം. അവരൊരു സംഘമാണ്. കാരണം എന്താ? പത്രോസ് അവൻ മുക്കുവനാണ്. സ്വതന്ത്രം. അവൻ ലൂക്കോസിനെ കുറിച്ച് പറയുന്നു അവൻ വൈദ്യനാണ്. സ്വതന്ത്രം. പത്രോസ് മുക്കുവനാകുമ്പോൾ ഹാർബറിലെ സ്വഭാവമാണ് പത്രോസിനുള്ളത്. എന്നാൽ വൈദ്യനായ ലൂക്കോസിനെ നോക്കുമ്പോൾ അല്പം സ്റ്റാൻഡേർഡ് ഉള്ളവനാ. സ്വതന്ത്രം. വൈദ്യനും ഒരു മീൻപിടുത്തക്കാരനും തമ്മിൽ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരിക്കാനേ ഒക്കത്തില്ല. ഹല്ലേലൂയ. സ്വതന്ത്രം. അതിനകത്ത് വിവിധ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ളവരുണ്ട്, വിവിധ മേഖലകളിൽ നിന്നുള്ളവരുണ്ട്. സ്വതന്ത്രം. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക പദം ദൈവമക്കളെ നമുക്ക് ശ്രദ്ധേയമാ. എന്താ? അവർ ഏക മനസ്സോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സ്വതന്ത്രം. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ലൂക്കോസ് ചിന്തിച്ചില്ല, ഇവൻ മുക്കുവനല്ലേ, അവൻ സ്വതന്ത്രം. അവൻ എനിക്കൊരു കോള് വരുന്നത്, ഞാൻ അതിനെ കട്ട് ചെയ്യുകയാണ്. സ്വതന്ത്രം. ഇവൻ മുക്കുവനല്ലേ, ഹല്ലേലൂയ. ഇവൻ അല്പം മാറി നിൽക്കട്ടെ. മൂക്ക് പൊത്തിപ്പിടിച്ചായിരിക്കും ഒരുപക്ഷെ അവൻ ശീമോന്റെ കൂടെ, പത്രോസിന്റെ കൂടെ ഇരുന്നത്. കാരണം എന്താ? ഇതൊരു സംഘമാണ്. സ്വതന്ത്രം. സംഘമാണ് കയറിയത്. പക്ഷേ എപ്പോഴാണോ അവർ കേട്ട വാക്തത്വം, സ്വതന്ത്രം, അവർ ഏക മനസ്സോടെ ഈ 10 ദിവസവും അല്ലെങ്കിൽ 40 നാളോളം ദൈവാത്മാവ് അവർക്ക് പ്രത്യക്ഷനായി. സ്വതന്ത്രം. ശേഷമുള്ള 10 ദിവസം അവർ മാളിക മുറിയിൽ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഈ 10 ദിവസം അവർക്ക് ഒരുക്കത്തിന്റെ കാലഘട്ടമാ. എന്തിന്റെ ഒരുക്കത്തിന്റെ കാലഘട്ടമാ? അതുവരെ അവരുടെ ഇടയിൽ ശണ്ടയുണ്ടായിരുന്നു. ആരാണ് വലിയവൻ എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. സ്വതന്ത്രം. ഇടത്തും വലത്തും ഇരിക്കാനുള്ള ആഗ്രഹങ്ങൾ കൈവശം ഉണ്ടായിരുന്നു. സ്വതന്ത്രം. ഇതെല്ലാം വെച്ചുകൊണ്ടിരിക്കുന്ന വിവിധ സ്വഭാവങ്ങളുള്ള, വിവിധ പശ്ചാത്തലങ്ങളിൽ നിന്ന് വന്ന അവൻ വിവിധ ക്യാരക്ടർ ഉള്ളവരെ ഒറ്റ പ്ലാറ്റ്ഫോമിനകത്ത് എന്ന് പറഞ്ഞാൽ ഒറ്റ മുറിക്കകത്ത് ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടുവന്നപ്പോൾ അത് സംഘമാണ്. സ്വതന്ത്രം. എപ്പോഴാണോ ആ 10 ദിവസത്തെ പ്രാർത്ഥനയുടെ നടുവിൽ ആ കെട്ടഴിയാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ വലിയവനെന്നോ ചെറിയവനെന്നോ ഉള്ള അവൻ ആ ബന്ധനം, ആ വ്യത്യാസം അഴിയാൻ തുടങ്ങി. സ്വതന്ത്രം. അവിടെ അന്യോന്യമെതിയ അവൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇത് പ്രാക്ടിക്കൽ ലൈഫിലേക്ക് വന്നപ്പോൾ അവൻ 50-ാം ദിനം അവർ കേട്ട ഒരു വാക്തത്വമുണ്ട്. ആ വാക്തത്വം 50-ാം ദിനം ഇറങ്ങി വരിക.
പരിശുദ്ധാത്മാവ് അവരുടെ നടുവിൽ ഇറങ്ങി വന്നിട്ട് ഓരോരുത്തരുടെ മേലും പറഞ്ഞു. സ്വതന്ത്രം അഗ്നി നാവ് പോലെയുള്ള അവൻ സ്വതന്ത്രം അവർ ഓരോരുത്തരുടെ മേലും പറഞ്ഞു. എന്തുകൊണ്ടാണ് അവിടെ അവൻ സ്വതന്ത്രം ആ സ്വതന്ത്രം സംഘമായിട്ട് കയറിയവർ എന്തായി? ആ ദൈവാത്മാവിന്റെ ചലനമുണ്ടായപ്പോ സഭയായി മാറിയെന്ന്. സ്വതന്ത്രം ഹല്ലേലൂയ. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അവൻ സ്വതന്ത്രം ദൈവാത്മാവില്ലാത്തതെല്ലാം സംഘങ്ങളാ. സ്വതന്ത്രം ദൈവാത്മാവില്ലാതെ ദൈവ സാന്നിധ്യം ഇല്ലാതെ കൂടുന്നതെല്ലാം സംഘങ്ങളാ. എന്നാൽ കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ സ്വതന്ത്രം അവൻ സഭയെ പുറത്തെടുക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ നടുവിൽ വന്നിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, നമ്മൾ പറയുന്ന ഐക്യതയല്ല ഐക്യത. ആ ബന്ധനം ഇന്ന് പൊട്ടണം. വാക്കിലുള്ള ബന്ധനം പൊട്ടണം. ഇന്ന് രാത്രിയിൽ അവൻ ദൈവം ആഗ്രഹിക്കുന്ന ഐക്യതയിലേക്ക് ദൈവസഭ കടന്നു വരട്ടെ യേശുവിന്റെ നാമത്തിൽ. റബനാദിയ ശമനാദിയ ലബനാദിയ റബനാദിയ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ആമേൻ 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 ആമേൻ. ആ മാത്യു എന്ന് പേരുള്ള അച്ചായന് സ്വതന്ത്രം ശുശ്രൂഷ വിശാലപ്പെടാൻ പോവുകയാണ്. അടുത്തൊരു വെളിപ്പാടിന്റെ ഘട്ടത്തിലേക്ക് കയറാൻ പോവുകയാണെന്ന് ദൈവാത്മാവ് പറയുകയാണ്. ആമേൻ ആമേൻ. ഇതുവരെ പോയ മേഖലയിൽ നിന്നും, അക്ഷരത്തിന്റെ മേഖലയിൽ നിന്നും അടുത്തൊരു ആത്മാവിന്റെ തലത്തിലേക്ക് കയറാൻ പോകുന്നു എന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തിൽ ബോധ്യം തരുന്നു. ഇന്ന് രാത്രിയിൽ ശുശ്രൂഷയിൽ ഒരു മാറ്റം, ഒരു തിരിവ് സംഭവിക്കുന്നു. അത് യേശുവിന്റെ നാമത്തിൽ ദൈവാസന്റെ പ്രാർത്ഥനയിൽ ഒരു തിരിവ് സംഭവിക്കുക. യേശുവിന്റെ നാമത്തിൽ ഇതുവരെ പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത ചില വിഷയത്തിന്റെ മേൽ, കടുകട്ടിയായുള്ള 2 വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ഇറങ്ങുന്നു എന്ന് ദൈവത്തിന്റെ ആത്മ ബോധ്യം തരിക. ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു, പർവ്വത സമാനമായി ദൈവദാസനെ നിങ്ങളുടെ വീടിന് മുന്നിൽ നിൽക്കുന്ന പർവ്വത സമാനമായ 2 വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ കരം ചലിക്കാൻ പോവുക. ദൂതൻ ഇറങ്ങുന്നുവെന്ന് പരിശുദ്ധാത്മാവ് പറയും. ഇന്ന് രാത്രിയിൽ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു, ആ ദേശത്ത് ദൈവത്തിന്റെ ദൂതന്മാർ. ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു, തലമുറകൾ പുറത്തു വരട്ടെ. അവൻ കുടുംബ ബന്ധങ്ങൾ അവൻ യേശുവിന്റെ നാമത്തിൽ ചിതറിപ്പോയ ചില കുടുംബ ബന്ധങ്ങൾ അവർ ഒന്നായി കടന്നു വരട്ടെ യേശുവിന്റെ നാമത്തിൽ. ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുക, ഇതിനകത്ത് ഈ പ്ലാറ്റ്ഫോമിനകത്ത് അവൻ കുടുംബ ബന്ധങ്ങളെ ചിതറിച്ചു കളയുന്ന, രക്തബന്ധങ്ങളെ ചിതറിച്ചു കളയുന്ന, കൂട്ടായ്മയെ ചിതറിച്ചു കളയുന്ന ചില മേഖലകളിൽ ദൈവത്തിന്റെ കരമിറങ്ങാൻ പോകും. ഇന്ന് രാത്രിയിൽ ഒരു അസാധാരണമായ അഭിഷേകം ഇതിനകത്ത് വ്യാപരിക്കുകയാണ് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഓ റബന റബന ശമനാദിയ റബനാദിയ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു യഥാർത്ഥ ഐക്യത വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, യഥാർത്ഥ ഐക്യത വെളിപ്പെടട്ടെ. ആമേൻ 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 ആമേൻ. ഏക മനസ്സോടെ പ്രാർത്ഥിച്ചപ്പോൾ ഇറങ്ങിയ ദൈവമഹത്വം ഇന്ന് രാത്രിയിൽ ഇറങ്ങട്ടെ, ഈ പ്ലാറ്റ്ഫോമിനകത്ത് ഇറങ്ങട്ടെ. ആത്മാവിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, ഈ പ്ലാറ്റ്ഫോമിനകത്ത് ഇറങ്ങട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. എന്ന് പേര് പറയുന്ന ആ പ്ലാറ്റ്ഫോമിനകത്തുള്ള ആ വ്യക്തികളുടെ ദൈവശക്തി ചലിക്കട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ യേശുവിന്റെ നാമത്തിൽ. ശരീരത്തിൽ ഇടാൻ ദുഷ്ടൻ വെച്ചിരിക്കുന്ന ഒരു നുകം ഉടഞ്ഞു മാറട്ടെ, ആ ശരീരത്തിൽ ഇടാൻ യേശുവിന്റെ നാമത്തിൽ. ആ വ്യക്തി പുറത്തു വരട്ടെ യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒതുക്കിക്കളയാൻ ശ്രമിക്കുന്ന സകല മേഖലകളിൽ നിന്നും ആ വ്യക്തി പുറത്തു വരട്ടെ. ആത്മാവിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, ഷാജി എന്ന് പേരുള്ള ആ പ്ലാറ്റ്ഫോമിലുള്ള സ്വതന്ത്രം ഡിവൈസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ നാമത്തിൽ. അസ്ഥി സംബന്ധമായ ചില മേഖലകൾ ദൈവത്തിന്റെ കരമിറങ്ങട്ടെ. ശത്രുവായവൻ ചില പദ്ധതികൾ ഒരുക്കുന്നു. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവിനെ വെട്ടട്ടെ യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ലത എന്ന് പറയുന്ന ആ പ്ലാറ്റ്ഫോമിനെ ഞാൻ സ്തോത്രം ചെയ്യുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കാത്തിരിക്കുന്ന ചില വിഷയത്തിന് നടുവിൽ മറുപടി വെളിപ്പെട്ടു വരട്ടെ. കാത്തിരിക്കുന്ന ചില വിഷയത്തിനകത്ത് മറുപടി വെളിപ്പെട്ടിട്ട് വരട്ടെ. ആത്മാവിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, പ്രതീക്ഷിക്കുന്ന ചില വിഷയത്തിനകത്ത് പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ കാത്തിരുന്ന് സാധ്യതയില്ലെന്ന് പറഞ്ഞ ചില വിഷയത്തിനകത്ത് ഇന്ന് രാത്രി അവിടെ ദൈവിക നന്മ വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓ റബന റഗന ശമന ലബർധാനിയ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ
ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ ഹിന്ദു സിസ്റ്റമായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. തലമുറകൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ. ദൈവം നൽകിയ ശുശ്രൂഷയ്ക്കായി സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സിസ്റ്റർ ആമേൻ ശുശ്രൂഷ വ്യാപിക്കാൻ പോവാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുക. ശുശ്രൂഷ വ്യാപിക്കാൻ പോകും. വെളിപ്പാടുള്ളവനെ ഒതുക്കി വെക്കാൻ ഒരു ദുഷ്ടനും പറ്റത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ വിശാലമാകട്ടെ. യാത്ര ചെയ്ത് ശുശ്രൂഷിക്കുന്ന ചില മേഖലകൾ യാത്ര ചെയ്ത് അവൻ ആ യാത്രയുടെ ദൂരം വർദ്ധിക്കാൻ പോവുകയാണ്. അവൻ യേശുവിന്റെ നാമത്തിൽ ഇതുവരെ ഓടിയ അവൻ ആ യാത്രയുടെ ദൂര പരിധിയിൽ നിന്നും എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയാം, അതിരുകൾ വിശാലമാകാൻ പോകും. അതിരുകൾ വിശാലമാക്കാൻ പോകും. ശുശ്രൂഷയുടെ അതിരുകൾ വിശാലമാകും. ഈ കാലഘട്ടം ഉണർവിന്റെ വക്താക്കളായി നിൽക്കുന്ന സഹോദരിമാരിൽ ഒരുവളാക്കി ദൈവത്തിന്റെ ആത്മാവ് അവൻ സഹോദരിയെ ഷിഫ്റ്റ് ചെയ്യാൻ പോകാൻ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഈ ദൂത് നിറവേറാൻ കാലം അവൻ സമയം വിദൂരമല്ല. അധികം വിദൂരമല്ലാത്ത സമയത്ത് തന്നെ ചില അവൻ ബന്ധങ്ങളെ ദൈവം നിനക്ക് തരാൻ പോകും. യേശുവിന്റെ നാമത്തിൽ ചില വ്യക്തികൾ നീയുമായി കണക്ട് ആകുന്നു എന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുക. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയെ അവൻ തകർക്കാൻ ശ്രമിക്കുന്ന വെല്ലുവിളിയായി നിൽക്കുന്ന നിന്റെ ശുശ്രൂഷയിൽ അസൂയ പൂണ്ട് നിൽക്കുന്ന ചില മേഖലകളെ യേശുവിന്റെ നാമത്തിൽ അവൻ ദൈവത്തിന്റെ ആത്മാവ് അവരുടെ മേൽ ഒരു മൂടുപടത്തെ ഇട്ട് മറച്ചു കളഞ്ഞ് നിന്നെ പുറത്തെടുക്കാൻ ഈ ദൈവം ശക്തനാണെന്ന് പറയാൻ പറയുന്നു. യേശുവിന്റെ നാമത്തിൽ വെല്ലുവിളിയായി നിൽക്കുന്ന ശുശ്രൂഷയ്ക്ക് വെല്ലുവിളിയായി നിൽക്കുന്ന ചില മേഖലകൾ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി തകർത്ത് കളയട്ടെ. ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ഈ സഹോദരങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൽ ഞങ്ങൾ ഒരു ശരീരത്തിന്റെ വിവിധ അവയവങ്ങളാണല്ലോ. ഓരോ അവയവത്തിനും അതിൻ്റെതായ അവൻ ദൗത്യങ്ങളുണ്ടല്ലോ. ഞാൻ പ്രാർത്ഥിക്കുന്നു ആ ദൗത്യത്തിന് വിഘ്നമായി നിൽക്കുന്ന തടസ്സങ്ങൾ, ആ ദൗത്യത്തിന് മുറിവേൽപ്പിക്കുന്ന ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ ചില ബന്ധങ്ങൾ ബന്ധനമായി മാറിയതിനെ, അത് അന്യായ ബന്ധനമായി മാറിയതിനെ ഞാൻ ആത്മാവിൽ അതിനെ ശാസിക്കുകയാണ്. ആ കെട്ട് ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ പൊട്ടിമാറട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവിന്റെ മഹത്വം ഇറങ്ങിയതിനായി സ്തോത്രം. ദൈവപ്രവൃത്തി ആഴത്തിൽ വെളിപ്പെട്ടതിനായി സ്തോത്രം. ഞങ്ങൾക്ക് ഇന്ന് രാത്രിയിൽ ആമേൻ വിവിധ ദേശങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ച് തന്ന ഈ നല്ല അവസരത്തിനായും സ്തോത്രം. അങ്ങയുടെ വചനം ഒരു 100 മേനി ഫലം തന്റെ കർത്താവെ ഞാൻ ഉൾപ്പെടെ ഈ പ്ലാറ്റ്ഫോമിൽ ആരൊക്കെ ഉണ്ടോ അവരിൽ നല്ല പുറത്തു വരട്ടെ കർത്താവ്. യഥാർത്ഥ ഐക്യത പുറത്തു വരട്ടെ. ഐക്യതയ്ക്കകത്ത് ദൈവം മറച്ചു വെച്ചിരിക്കുന്ന എല്ലാ നന്മകളും, ഐക്യതയിൽ ദൈവം മറച്ചു വെച്ചിരിക്കുന്ന നന്മകൾ ഈ ദിവസങ്ങൾ വെളിപ്പെട്ടു വരട്ടെ. ശുശ്രൂഷയിൽ ഈ മക്കൾ പുറത്തു വരട്ടെ, വിശാലമാകട്ടെ, അതിരുകൾ വിശാലമാകട്ടെ. ഞാൻ പ്രാർത്ഥിച്ചു ബ്ലസ് ചെയ്യുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. ഇന്ന് രാത്രി നിങ്ങളോടൊപ്പമായിരിക്കാൻ കർത്താവ് സഹായിച്ചല്ലോ. വീണ്ടും നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാൻ ദൈവം സഹായിക്കട്ടെ.